Hello dear students. അപ്പോൾ നിങ്ങൾ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യന്റെ ബേസിക്കലി ഉള്ള പ്രിൻസിപ്പിൾസ് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിസ്റ്റൻസ് x ഫ്രം ദി പോയിന്റ് ഫ്രം ദി ഡൈപോൾ ഈസ് പ്രൊപ്പോർഷണൽ ടു. നമുക്കറിയാം ഒരു ഷോർട്ട് ഡൈപോളിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഫീൽഡൊക്കെ എടുക്കുമ്പോൾ പോയിന്റ് ചാർജ് ചെയ്യുന്ന ഡിഫറൻ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് പ്രൊപ്പോർഷണൽ 1/r² ആണ്. പക്ഷേ ഡൈപോളിൻ്റെ ഫീൽഡ് 1/r³ പ്രൊപ്പോർഷണൽ ആണ്. പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ 1/r പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ ഡൈപോൾ ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ പൊട്ടൻഷ്യൽ 1/r² പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് x ആണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു 1/x². ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരും. നമ്മൾ ഡൈപോൾ മൊമെന്റ് P ആണെങ്കിൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ 1/4πε0 P cos θ/x² എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബിഗ് ഹോളോ സ്പിയർ A is charged to 100 volt potential difference and another smaller hollow sphere B is charged to B potential difference 50 volt potential difference. If B is put into A and joined with a metallic wire, the direction of charge flow is. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് രണ്ട് സ്പിയറുകളുണ്ട് അല്ലേ? രണ്ട് മെറ്റാലിക് സ്പിയറുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ ഇൻസൈഡിലാണ് അടുത്തത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുമ്പം. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് R1 എന്ന് വിചാരിച്ചു, ഇതിൻ്റെ റേഡിയസ് R2 എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലൊരു ചാർജ് Q1, ഇതിലൊരു ചാർജ് Q2 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്പെറിക്കൽ കണ്ടക്ടേഴ്സ് കോൺസ്റ്റന്റ് സ്പെറിക്കൽ കണ്ടക്ടേഴ്സുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എടുക്കുമ്പം നമുക്കറിയാം ഇവിടെ Q2 എന്ന് പറഞ്ഞ ചാർജ് അത് അതിൻ്റെ സർഫസിലും അതിൻ്റെ ഇൻസൈഡിലും കൊടുക്കുന്ന പൊട്ടൻഷ്യൽ സെയിം. ഒരു സ്പെറിക്കൽ കണ്ടക്റ്റിംഗ് ചാർജ് എടുത്തു, അത് അതിൻ്റെ സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഏതാണോ അത് തന്നെയാണ് അതിൻ്റെ ഇൻസൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ Q2 അതിൻ്റെ സർഫസിലും അതിൻ്റെ ഇൻസൈഡിലുള്ള കണ്ടക്ടറിലും കൊടുക്കുന്ന പൊട്ടൻഷ്യൽ സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് Q2ൻ്റെ എഫക്റ്റ് അവിടെ ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് ആ Q1ൻ്റെ പ്രസൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് Q1/4πε0 ഇൻറ്റു ഇതിൻ്റെ സർഫസിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ 1/r1, Q2ൻ്റെ സർഫസിന് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 1/4πε0 Q1/r2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ. നമുക്കറിയാം രണ്ടുപേരും ചാർജ് ചെയ്തു. ചാർജ് ചെയ്തതിന് ശേഷം ഇവരെ ഒരു വയർ വഴി കണക്ട് ചെയ്തു. വയർ വഴി കണക്ട് ചെയ്തപ്പോൾ നമുക്കറിയാം അവസാനം രണ്ടു പേർക്കും പൊട്ടൻഷ്യൽ ഈക്വൽ ആവും. പൊട്ടൻഷ്യൽ ഈക്വൽ ആകണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആവണം. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V 0 ആകണമെങ്കിൽ 1/r1 - 1/r2 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ Q1 എത്രയായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ആ Q1 പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എത്ര വാല്യൂ ആണെങ്കിലും അത് 0 ആണെങ്കിൽ മാത്രമേ രണ്ട് കണ്ടക്ടറുകളുടെ പൊട്ടൻഷ്യൽ ഇക്വലിബ്രിയത്തിൽ ഈക്വൽ ആവത്തുള്ളൂ. അപ്പോൾ Q1 0 ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? എൻറ്റയർ ചാർജ് ഓഫ് ദി ഇന്നർ കണ്ടക്ടർ ഫ്ലോസ് ടു ദി ഔട്ടർ കണ്ടക്ടർ വരും. അപ്പോൾ Q1ഉം Q2ഉം എയുടെയും ബിയുടെയും ഇനിഷ്യൽ ചാർജും പൊട്ടൻഷ്യലും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതെന്താണെങ്കിലും ഈ ഇന്നർ കണ്ടക്ടറുടെ ചാർജ് കംപ്ലീറ്റ്ലി ഔട്ടർ കണ്ടക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അനദർ സ്മോൾ കണ്ടക്ടർ B ഇൻസൈഡ്. അപ്പോൾ ഇൻസൈഡ് കണ്ടക്ടർ B ആണ്. അപ്പോൾ Bയിൽ നിന്ന് എയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും വരുന്നത്. ഇക്വലിബ്രിയത്തിൽ എൻറ്റയർ ചാർജ് ഓഫ് ദി ഇന്നർ കണ്ടക്ടർ ഔട്ടർ കണ്ടക്ടറിന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2. നമുക്ക് മൂന്നാമത്തെ ചോദ്യം. ചാർജ് ഗിവൺ ടു സോളിഡ് ആർബിട്രറി കണ്ടക്ടർ റിസൈഡ് ഓൺ ഇറ്റ്സ് ഔട്ടർ സർഫസ്. ദിസ് ക്രിയേറ്റ്സ് എ യൂണിഫോം പൊട്ടൻഷ്യൽ. അതായത് നമ്മളൊരു സോളിഡ് ആർബിട്രറി കണ്ടക്ടർ എടുത്തു. അപ്പോൾ അതിന് ചാർജ് ഇവിടെ ഔട്ടർ സർഫസിലാണ് നമുക്കറിയാം ഇക്വലിബ്രിയത്തിൽ. ക്രിയേറ്റ്സ് എ യൂണിഫോം പൊട്ടൻഷ്യൽ. നമ്മൾ അതിൻ്റെ സർഫസിലെ കാര്യമാണ് പറയുന്നത്. ക്രിയേറ്റ്സ് എ ലാർജ് പൊട്ടൻഷ്യൽ അറ്റ് ദി സർഫസ് ഹാവിങ് എ ലാർജ് റേഡിയസ് ഓഫ് കർവേച്ചർ. ക്രിയേറ്റ്സ് യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി. ക്രിയേറ്റ്സ് എ സ്മോൾ പൊട്ടൻഷ്യൽ അറ്റ് ദി സർഫസ് ഹാവിങ് ലാർജ് റേഡിയസ് ഓഫ് കർവേച്ചർ. നമുക്കറിയാം ഇവിടെ കണ്ടക്ടറിൻ്റെ ഇൻസൈഡ് അല്ലെങ്കിൽ സർഫസിലെ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു കണ്ടക്ടറിൻ്റെ സർഫസിലും അതിൻ്റെ ഇൻസൈഡിലും എല്ലാം പൊട്ടൻഷ്യൽ സെയിമാണ്. കാരണം എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ സർഫസിൽ കൂടെ ചാർജ് മൂവ് ചെയ്യും. അപ്പോൾ ചാർജ് കണ്ടക്ടറിൻ്റെ സർഫസിൽ ഇക്വലിബ്രിയത്തിൽ റെസ്റ്റിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും യൂണിഫോം പൊട്ടൻഷ്യൽ ആയിരിക്കും. സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ക്രിയേറ്റ്സ് ലാർജ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്, തെറ്റാണ്. കാരണം നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്ത് നമുക്കറിയാം. അപ്പോൾ ബാക്കി ഓപ്ഷൻ ഒന്നും വരാൻ സാധ്യത. ചാർജ് ഡെൻസിറ്റി നമുക്കറിയാം നോൺ യൂണിഫോം ആണ്. കാരണം പൊട്ടൻഷ്യൽ അറ്റ് ദി സർഫസ് ഓഫ് ദി കണ്ടക്ടർ σr/ε0 എന്നാണ്.
അപ്പം സർഫസിൽ എല്ലാ പോയിന്റിലും സിഗ്മ ആർ ബൈ എപ്സിലോൺ സീറോ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ പല സർഫസിലെ പോയിന്റിലും റേഡിയസ് ഓഫ് കർവേച്ചർ ഡിഫറെൻ്റ് ആണെങ്കിൽ സിഗ്മയുടെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അറിയാവുന്ന അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. നെക്സ്റ്റ്, ഇൻ മില്ലിക്കൺസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് an oil drop of charge Q rests gets stationary on applying potential difference of V between two plates separated by distance. The weight of the drop is. നമുക്ക് 2 പ്ലേറ്റുകൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അവർ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തന്നിട്ടുണ്ട്, അതിന് ഇൻ ബിറ്റ്വീൻ ആണ് ഈ ചാർജ് ഇരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ ദ റീജിയൻ ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് QE മുകളിലോട്ട് ആക്ട് ചെയ്യണം. ഇക്വിലിബ്രിയത്തിൽ ഇത് റെസ്റ്റിലാകണമെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ വെയിറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ Q ഇൻറ്റു E ഈസ് ഇക്വൽ ടു mg, അതാണ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. ഇത് നമുക്ക് നോക്കി ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ L ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇക്വൽ ടു V ബൈ L. അപ്പോൾ Q ഇൻറ്റു V ബൈ L ഈസ് ഇക്വൽ ടു mg വരും. നമുക്ക് എന്താ ചോദ്യം? വെയിറ്റ് ഓഫ് ദി ഡ്രോപ്പ് mg ആണ് ചോദ്യം. അപ്പോൾ mg ഈസ് ഇക്വൽ ടു QV ബൈ L വരും. അപ്പോൾ എല്ലിന് വരുടെ സിമ്പിൾ D ആണ് കേട്ടോ. അപ്പോൾ QV ബൈ D ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരെ QV ബൈ D. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്തത് A, B ആൻഡ് C ആർ 3 പോയിന്റ്സ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ട്, അത് റൈറ്റ് സൈഡിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ്. അത്രയുള്ള സംഭവം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും പൊട്ടൻഷ്യൽ കുറയും. പൊട്ടൻഷ്യൽ ഡിക്രീസസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ബിയിലാണ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ, സി ആണ് പിന്നെ അടുത്ത്, ഏറ്റവും കുറവ് എയിൽ വരും. അപ്പോൾ മാക്സിമം അറ്റ് ബി ശരിയാണ്. നമുക്ക് തന്നിരിക്കുന്ന 3 പോയിന്റുകളിൽ മാക്സിമം അറ്റ് ബി ആണ്. ഇപ്പോൾ മാക്സിമം അറ്റ് സി തെറ്റാണ്, സെയിം അറ്റ് ഓൾ പോയിന്റ്സ് തെറ്റാണ്, മാക്സിമം അറ്റ് എ തെറ്റാണ്. അപ്പം എയിൽ മിനിമം ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ അടുത്തത് 6ാമത്തെ ചോദ്യം, വാട്ട് ഫ്രാക്ഷൻ ഓഫ് എനർജി ഡ്രോൺ ഫ്രം ദി ചാർജിങ് ബാറ്ററി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കപ്പാസിറ്റർ വെറുതെ എടുത്ത് ബാറ്ററിയിൽ കണക്ട് ചെയ്തു. അപ്പോൾ ആ ബാറ്ററിയിൽ വെറുതെ കണക്ട് ചെയ്ത് കപ്പാസിറ്റർ കംപ്ലീറ്റ്ലി ചാർജ് ആയിക്കഴിയുമ്പോഴുള്ള സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു കപ്പാസിറ്റർ നമ്മളെടുത്തു, കപ്പാസിറ്റൻസ് C, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അപ്ലൈ ചെയ്തു. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞ ഹാഫ് CV² അല്ലെങ്കിൽ Q² ബൈ 2C അല്ലെങ്കിൽ QV ബൈ 2 വരും. ഇതാണ് നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ. നമുക്കറിയാം വർക്ക് ഡൺ ബൈ ദി ബാറ്ററി എടുക്കുമ്പോൾ ചാർജ് ഫ്ലോസ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് വർക്ക് ഡൺ ബൈ ദി ബാറ്ററി QV ആണ്, അതിൽ QV ബൈ 2 കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എനർജി ലോസ് ഉണ്ടാവും. എനർജി ലോസ് കാണാൻ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ എടുക്കണം, അത് QV ബൈ 2 ആണ്. അപ്പോൾ നോക്കിയാൽ QV ബൈ 2 എനർജി കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തു, ബാക്കി QV ബൈ 2 ലോസ് ആയിപ്പോയി. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഓഫ് എനർജി കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നതാണ് ചോദ്യം. ഇപ്പോൾ ടോട്ടൽ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് പോയതിൻ്റെ 50% ആണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ 4 വരും. അപ്പോൾ അടുത്തത് 7ാമത്തെ ചോദ്യം, N capacitors each having capacitance C and the breakdown voltage V are joined in parallel. The capacitance and the breakdown voltage of the combination are. N capacitors നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത? പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്കറിയാം NC ആണ്. അപ്പോൾ ഓപ്ഷൻ 1 തെറ്റാണ്, ഓപ്ഷൻ 3 തെറ്റാണ്. അപ്പോൾ 2 അല്ലെങ്കിൽ 4 ആണ് നമുക്ക് സാധ്യത. ഇനി ഇവരെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം കുറേ കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എല്ലാവർക്കും എന്ത് സെയിം ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാവർക്കും സെയിം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ മാക്സിമം വാല്യൂ ക്യാൻ ബി അപ്ലൈഡ് അക്രോസ് കപ്പാസിറ്റർ ആണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതിലും കൂടിയ വോൾട്ടേജ് കൊടുത്താൽ കപ്പാസിറ്റർ ആക്ഷൻ ഇല്ലാതെ ഡാമേജ് ആയി പോകും. അപ്പോൾ നോക്കിയാൽ കുറേ കപ്പാസിറ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്തു, എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ ഈ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ വാല്യൂ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലും കൂടിയാൽ തീർച്ചയായിട്ടും കപ്പാസിറ്റേഴ്സ് ഡാമേജ് ആയി പോകും. അപ്പം ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? V തന്നെയാണ് വരുന്നത്. കാരണം എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ് ഇവിടെ, അത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 2 ആണ് വരുന്നത്. ഇവിടെ V എന്ന് പറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കൊടുത്താൽ കപ്പാസിറ്റർ ഡാമേജ് ആയി പോകും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പോൾ അടുത്തത് 2 മെറ്റൽസ് ഓഫ് ഐഡൻറ്റിക്കൽ ഡയമെൻഷൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. Sigma 1 and Sigma 2 are the conductivities of metals respectively. The effective conductivity of the combination is. ഒക്കെ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ചോദ്യമായിരിക്കും. നമുക്ക് റെസിസ്റ്റൻസ് എങ്ങനെ സീരീസിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, R is equal to R1 plus R2.
ഇതാണ് ഇക്വേഷൻ. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം റോ എൽ ബൈ എ, വേർ റോ ഈസ് റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എൽ ബൈ സിഗ്മ ഇൻറ്റു എ എന്ന്. അപ്പോൾ നമുക്ക് എൽ ബൈ സിഗ്മ 1 ഇൻറ്റു എ എന്നെടുക്കാം. ഐഡൻറ്റിക്കൽ ഡയമെൻഷൻസ് ആണ്, ലെങ്ത്തും എയും രണ്ട് പേർക്ക് സെയിം ആണ്. അപ്പോൾ ലെങ്ത് അല്ല, ക്രോസ് സെക്ഷണൽ ഏരിയ എ എന്നെടുക്കാം. അപ്പോൾ R1 എൽ ബൈ സിഗ്മ 1 എ വരും. R2 പകരം എൽ ബൈ സിഗ്മ 2 എ കൊടുക്കാം. ഇനി R എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്കറിയാം, ഒരു സിംഗിൾ കണ്ടക്ടർ വെച്ച് റീപ്ലേസ് ചെയ്താൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി ഏത് യൂസ് ചെയ്യണോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്. ആ രണ്ട് കണ്ടക്ടേഴ്സിനും പകരം ഒരു സിംഗിൾ കണ്ടക്ടർ യൂസ് ചെയ്താൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി ഏതാണോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിൽ എടുക്കുമ്പം രണ്ട് കണ്ടക്ടേഴ്സും സീരീസിൽ കണക്ട് ചെയ്താൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L1 + L2 എടുക്കണം. അപ്പോൾ നമുക്ക് ഈ രണ്ട് കണ്ടക്ടേഴ്സിനെ ഒരു സിംഗിൾ കണ്ടക്ടർ വഴി റീപ്ലേസ് ചെയ്താൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 2L ആണ്. കണ്ടക്ടിവിറ്റി സിഗ്മ കണ്ടുപിടിക്കണം. എൽ ബൈ സിഗ്മ എ ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ നമുക്ക് എൽ ബൈ എ കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. 2 ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ 1 + 1 ബൈ സിഗ്മ 2, ഓർ സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ 1 സിഗ്മ 2 ബൈ സിഗ്മ 1 + സിഗ്മ 2 വരും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. നമുക്ക് അടുത്ത 9ാമത്തെ ചോദ്യം. ഇൻ ദി ഗിവൺ സർക്യൂട്ട് വോൾട്ട്മീറ്റർ റീഡ്സ് 30 വോൾട്ട്, ദ റെസിസ്റ്റൻസ് ഓഫ് ദി വോൾട്ട്മീറ്റർ ഈസ്. അപ്പോൾ അവിടെ വോൾട്ട്മീറ്ററിൻ്റെ റീഡിങ് നമുക്ക് തന്നിട്ടുണ്ട് 30 വോൾട്ട് ആണ്. അപ്പോൾ നോക്കിയാൽ വോൾട്ട്മീറ്റർ ആൻഡ് ദിസ് 1500 ohm ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ രണ്ടു പേർക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം അല്ലേ? അപ്പോൾ ഇവരുടെ കോമ്പിനേഷന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈ 30 വോൾട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ 60 വോൾട്ട് കൊടുത്തു. ഇവർക്ക് രണ്ടു പേർക്ക് കൂടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് 30, അല്ലെങ്കിൽ ഇവരുടെ കോമ്പിനേഷന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 30 വോൾട്ടാണ്. അപ്പോൾ നോക്കി ബാക്കി 1000 ohmന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 60 - 30 തന്നെയല്ലേ? അപ്പോൾ നോക്കി ഈ 1000 ohmന് നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടി? 30 വോൾട്ട്. ഈ ബാക്കി കോമ്പിനേഷന് കിട്ടുന്നതും 30 വോൾട്ട്. അങ്ങനെ ആകണമെങ്കിൽ ഈ രണ്ടുപേരും ഈക്വൽ റെസിസ്റ്റൻസ് വരണ്ടേ? അതായത് ഈ രണ്ടുപേരുടെ കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസ് 1000 ohm ആയിരിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദി വോൾട്ട്മീറ്റർ RV എന്ന് വിചാരിച്ചാൽ ഈ കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസ് പാരലൽ ആയതുകൊണ്ട് 1/RV + 1/1500 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1000 എന്നെടുക്കാം. കാരണം ഇവരുടെ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസും അതിന് സീരീസിലുള്ള 1000 ohmൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസുകൾ സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആകണമെങ്കിൽ ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് ആയിരിക്കണം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കോമ്പിനേഷണൽ റെസിസ്റ്റൻസ് 1000 ohm തന്നെ വരും. അപ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസ് ഓഫ് ദി വോൾട്ട്മീറ്റർ കണ്ടുപിടിക്കും. അപ്പോൾ 1/RV ഈസ് ഈക്വൽ ടു 1/1000 മൈനസ് 1/1500 വരും. അപ്പോൾ നമുക്ക് 1500-ൽ ഇവിടെ ഒരു 100 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ 1/10 മൈനസ് 1/15 വരും. ദാറ്റ് ഈസ് ഈക്വൽ 1/100 ഇൻറ്റു ഇവിടെ 15 × 10 LCM എടുത്താൽ മുകളിൽ 15 - 10 5 വരും. 15/5 3 ആണ്. അപ്പോൾ നമുക്കറിയാം 30 × 100 3000 വരും. 1/RV ഈസ് ഈക്വൽ 1/3000. അപ്പോൾ RV ഈസ് ഈക്വൽ ടു 3000 ohm വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം. ഫിഗർ റെപ്രസെൻറ്റ്സ് പാർട്ട് ഓഫ് എ ക്ലോസ്ഡ് സർക്യൂട്ട്. ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി VA - VB ഈസ്. നമുക്ക് ഡയറക്റ്റിൽ നോക്കാം. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ പാർട്ടാണ് തന്നിരിക്കുന്നത്. VA - VB കണ്ടുപിടിക്കണം. എയിലെ പൊട്ടൻഷ്യൽ ആയിരിക്കും VA, ബിയിലെ പൊട്ടൻഷ്യൽ ആയിരിക്കും VB. നമുക്കറിയാം കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് എയിൽ നിന്ന് ബിയിലേക്കാണ്. എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ നമുക്ക് കിർച്ചോസ് വോൾട്ടേജിൽ യൂസ് ചെയ്യാം. അതിൽ ട്രാവലിംഗ് മെത്തേഡാണ് നമുക്ക് എളുപ്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എയിൽ നിന്ന് ബിയിലേക്ക് അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് സർക്യൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യണം. നമ്മളിവിടെ എയിൽ നിന്ന് ബിയിലേക്ക് സർക്യൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന വിചാരിച്ചാൽ എയുടെ പൊട്ടൻഷ്യലിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പോകുന്ന വഴിക്ക് ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും കൂടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിയാൽ ബിയിലെ പൊട്ടൻഷ്യൽ കിട്ടും. അതാണ് പ്രത്യേകത. അപ്പോൾ VA പ്ലസ് സം ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സർക്യൂട്ട് എലമെൻറ്റ്സ് ബിറ്റ്വീൻ A ആൻഡ് B ഈസ് ഈക്വൽ ടു VB. അതാണ് ജനറലി ഉള്ള പ്രിൻസിപ്പിൾ. എയുടെ പൊട്ടൻഷ്യലിൻ്റെ കൂട്ടത്തിൽ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും കൂടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആഡ് ചെയ്താൽ ബിയിലെ പൊട്ടൻഷ്യൽ കിട്ടും. ദർഫോർ VA പ്ലസ്
ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം സൈൻ കൊടുത്തിട്ട് വേണം ആഡ് ചെയ്യാൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ സെയിം ഡയറക്ഷനിലാണ്. കറണ്ടിൻ്റെ സെയിം ഡയറക്ഷനിലാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റൻസ് നെഗറ്റീവ് എടുക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് -I/R എന്ന്. അപ്പോൾ ഇവിടെ ഒരു -I/R എന്ന് എടുക്കാം. ഇനി പോകുന്ന വഴിക്ക് ഒരു സെല്ലുണ്ട്, അതിൻ്റെ EMF 3 വോൾട്ടാണ്. നമുക്കൊരു ബാറ്ററിയിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ പോകുമ്പോൾ EMF നെഗറ്റീവ് എടുക്കണം. അത് ശ്രദ്ധിച്ചോണം. പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ പോകുമ്പോൾ EMF നെഗറ്റീവ് -3 വരും. വീണ്ടും ഒരു 1 ohm റെസിസ്റ്റൻസ് ഉണ്ട്, കറണ്ടിൻ്റെ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അഗൈൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെഗറ്റീവ് ആണ്, -I/R2 ദാറ്റ് ഈസ് ഈക്വൽ ടു VB. അപ്പോൾ വാല്യൂ കൊടുത്താൽ VA മൈനസ് I എത്രയാ 2 ആണ്, റെസിസ്റ്റൻസ് R1 2 ആണ്, -3 മൈനസ് കറണ്ട് 2 ആണ് ഇൻറ്റു R2 1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു VB. അപ്പോൾ VA മൈനസ് VB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 4 + 3 + 2 വരും അല്ലേ. അപ്പോൾ 5 + 4 9 വരും. അപ്പോൾ 9 വോൾട്ടാണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. മനസ്സിലായല്ലോ. അപ്പോൾ അടുത്തത് 11ാമത്തെ ചോദ്യം, വാട്ട് വിൽ ബി ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് A ആൻഡ് D. ഇവിടെ Aയും Dയും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ, Aക്കും Dക്കും ഇടയ്ക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ ഒരു ബാറ്ററി Aക്കും Dക്കും ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്താൽ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകത, ഇവിടുന്ന് ഒരു 10 ohm റെസിസ്റ്റൻസ് സിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സി നമ്മൾ എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. സി ഓപ്പൺ ടു എയർ ആണ്. നമുക്കറിയാം എയർ ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഇവിടുന്ന് സിയിലേക്ക് ചാർജ് വരാൻ, കറണ്ട് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം ഇവിടുന്ന് വെളിയിലേക്ക് ചാർജ് ഫ്ലോ ഇല്ല, കാരണം അവിടെ എയർ ആണ്, നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ സി ഈസ് ഇൻ ഓപ്പൺ സർക്യൂട്ടാണ്. സി ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അതിലെ കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ ഈ 10 ohmൽ കൂടെ കറണ്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം, അത്രയേ ഉള്ളൂ. അതേപോലെ ബി എന്ന് പറഞ്ഞ പോയിന്റും ഓപ്പൺ ടു എയർ ആണ്. അപ്പോൾ ബിയിലുള്ള റെസിസ്റ്റൻസ് 10 ohmൽ കൂടെ കറണ്ട് 0 ആണ്, അതും അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ്, ഇവിടെ നിന്നൊരു കറണ്ട് വന്നാൽ അതേ കറണ്ട് ഇതിലെ പാസ് ചെയ്യും, ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും സീരീസ് കോമ്പിനേഷൻ ആണ്. അതായത് ഇവിടെ നിന്നൊരു കറണ്ട് വന്നാൽ അതേ കറണ്ട് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതും സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ സിമ്പിൾ അല്ലേ? ഈ 10 ohm സീരീസ് കോമ്പിനേഷൻ ആണ്. അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്കറിയാം 10 + 10 20 ohm വരും. ഈ 10 10 സീരീസിലാണ്. അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 10 + 10 20 ohm വരും. പിന്നെ ഇവിടുന്ന് എയിലേക്ക് നമുക്കൊരു 10 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും ഡിയിലേക്കൊരു 10 ohm റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സർക്യൂട്ട്. അപ്പോൾ സിമ്പിൾ ആണല്ലോ. 20 20 പാരലൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 10. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പകരം 10 ohm റീപ്ലേസ് ചെയ്യാം. അപ്പോൾ 10 10 10 സീരീസിലാണ്. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ 10 + 10 + 10 30 ohm വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ അടുത്തത് എക്കും ബിക്കും അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്കും ബിക്കും അക്രോസ് ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ അതിന് അക്രോസ് ഒരു ബാറ്ററി ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബി കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്തുവാ, ഈ ലൈൻ റെപ്രസെൻസ് എ കണക്റ്റിംഗ് വയർ വിത്ത് 0 റെസിസ്റ്റൻസ്. നമുക്കറിയാം കണക്റ്റിംഗ് വയർ വെറുതെ തന്നാൽ റെസിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റും ഒരു 0 റെസിസ്റ്റൻസ് വയർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. 0 റെസിസ്റ്റൻസ് വയർ ആണെങ്കിൽ നമുക്കറിയാം അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ ആ 2 പോയിന്റുകളും ഒരുമിച്ച് കണക്ട് ചെയ്യാം. അതായത് ഇത് ഒരു സി എന്ന് വിചാരിച്ചാൽ എയിലും സിയിലും പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റുകളെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്യാം. അതാണ് പ്രിൻസിപ്പിൾ. സിമിലർലി ബിയിൽ നിന്നൊരു കണക്റ്റിംഗ് വയർ എടുത്ത് ഇവിടെ ഡിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 0 റെസിസ്റ്റൻസ് വയർ ആയതുകൊണ്ട് ബിയിലും ഡിയിലും പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബിയും ഡിയും നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ സിക്ക് ഈക്വലൻ്റ് ആണ്. അത് അറിയത്തില്ലെങ്കിൽ ശ്രദ്ധിച്ചോണം. ഏതെങ്കിലും പോയിന്റുകളിൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ അവരെ ഒരുമിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ എ അല്ലെങ്കിൽ സി ഐഡൻറ്റിക്കൽ പോയിന്റ് ആണ്, ഒരുമിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ എയിലേക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഒരു റെസിസ്റ്റൻസ് 6 കണക്ട് ചെയ്തിട്ടുണ്ട്. സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഇവിടെ 2 റെസിസ്റ്റൻസുകളുണ്ടല്ലോ. അപ്പോൾ ആ സിയിലേക്ക് അടുത്ത 2 റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്യാം. ഇനി സിമ്പിളാണ്. ഈ 3 റെസിസ്റ്റൻസുകളുടെയും അടുത്ത എൻഡ് എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഇവിടെ ബി അല്ലെങ്കിൽ ഡിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ റെസിസ്റ്റൻസിൻ്റെ അടുത്ത എൻഡ് ഇതിലൂടെ ബിയിലേക്കുണ്ട്,
ഇതിൻ്റെ ഒരു എൻഡും ബിയിലോട്ടുണ്ട്, അടുത്തതിൻ്റെ എൻഡും ബിയിലോട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്. ഓൾ ദി റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്കറിയാം R/3. n ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R/n ആണ്. ഇവിടെ 3 റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R/3 കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അടുത്ത 13ാമത്തെ ചോദ്യമാണ്. സർക്കുലർ കറന്റ് ക്യാരിങ് കോയിൽ ഹാസ് എ റേഡിയസ് R. The distance from the center of the coil on the axis where magnetic induction will be 1/8 of its value at the center of the coil is. നമുക്കൊരു കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. μ0/4π × 2NIA × πr² divided by r² plus r² whole raised to 3/2. ഇതാണ് ഇക്വേഷൻ. ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ലൂപ്പ് എടുത്തു. അതിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് വിചാരിച്ചു. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആക്സിസിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് r. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു എന്തുവാ? 1/r² plus r² whole raised to 3/2. കാരണം ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റാണ്, ആറിനനുസരിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² plus r² whole raised to 3/2 വരും. അപ്പോൾ നമുക്ക് B ഡിവൈഡഡ് ബൈ B സെൻറ്റർ എടുക്കണം. സെൻറ്ററിൽ എടുക്കുമ്പോൾ നമുക്കറിയാം സ്മോൾ ആറിൻ്റെ വാല്യൂ 0 വരും. അപ്പോൾ B/B സെൻറ്റർ എടുക്കുമ്പം ഇവിടെ 1/, ഉള്ളത് കൊണ്ട് സെൻറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് മുകളിൽ വരും. അപ്പോൾ സെൻറ്ററിൽ നമുക്കറിയാം R 0 ആണല്ലോ. അപ്പോൾ ക്യാപിറ്റൽ R² മാത്രം വരും. താഴെ r² plus r² whole raised to 3/2. ഇപ്പം ഇങ്ങനെ വരും. സെൻറ്ററിൽ സ്മോൾ r 0 കൊടുക്കുക. നമ്മൾ കണ്ടുപിടിക്കേണ്ട പോയിന്റിൽ R അതേപോലെ കൊടുക്കുക. R എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡ് 1/8 ഓഫ് ദി വാല്യൂ അറ്റ് ദി സെൻറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് B = BC/8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ B/BC എത്ര വരും? 1/8 വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു r² plus r² whole raised to 3/2. ശരിയല്ലേ? അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് റൈസ് ടു 3/2 കളയാൻ വേണ്ടിയിട്ട് റൈസ് ടു 2/3 എടുക്കാം. അപ്പോൾ 1/8 റൈസ് ടു 2/3 ഈസ് ഈക്വൽ ടു r² plus r² plus r² എന്ന് വരും. ശരിയല്ലേ? 1/8 റൈസ് ടു 2/3 എത്രയാണെന്ന് നോക്കിയേ. 1/8 റൈസ് ടു 1/3 എടുക്കണം. ക്യൂബ് റൂട്ട് എടുത്താൽ 2 വരും. 2² 4. അപ്പോൾ 1/4 വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു r² plus r². ഇത് ക്രോസ് മൾട്ടിപ്ലൈ r² plus r² ഈസ് ഇക്വൽ ടു 4r² വരും. അപ്പോൾ സ്മോൾ r² ഈസ് ഇക്വൽ ടു 3r² വരും. ഓർ സ്മോൾ r ഈസ് ഇക്വൽ ടു r√3 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്, r√3. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത 14ാമത്തെ ചോദ്യം. എ കറണ്ട് ഈസ് ഫ്ലോവിങ് നോർത്ത് along എ പവർ ലൈൻ. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് above it neglecting the earth's field. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്താൽ നമുക്കിത് നോർത്ത്, സൗത്ത്, അപ്പോൾ ഇത് ഈസ്റ്റ്, വെസ്റ്റ് വരും. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ അതിലൂടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നോർത്തിലേക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എബവ് ഇറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ബോർഡിൻ്റെ പ്ലെയിനിൽ കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ എന്ന് പറഞ്ഞാൽ ഇതിന് വെളിയിലെ ഒരു പോയിന്റിലെ ഫീൽഡ് കാണും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്വേർഡ് ഒരു പോയിന്റ് എടുക്കുക. അപ്പോൾ ഈ കണ്ടക്ടറിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് എടുത്താൽ ഇവിടുത്തെ ഫീൽഡാണ് കാണുന്നത്. കാരണം നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുക്കണം നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും കിടക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോർത്തിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ എന്ത് ചെയ്യണം? കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് എടുക്കുക. നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് എടുത്തു. അതിനുശേഷം മുകളിലത്തെ ഫീൽഡ് കാണാൻ ഫിംഗേഴ്സ് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം. ഇത് കറണ്ട്, ഇത് നോർത്ത് എന്ന് വിചാരിച്ചു. ഇപ്പോൾ നോർത്തിലേക്ക് തമ്പെടുത്തു. മുകളിലത്തെ ഫീൽഡ് കാണുമ്പം റൈറ്റ് ഹാൻഡ് പാം റൂൾ അനുസരിച്ച് ഫിംഗേഴ്സ് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ പാമിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഫീൽഡ് വരുന്നത്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ നിങ്ങൾ നോക്കി ഇവിടുന്ന് വെളിയിലേക്കാണ് വരുന്നത്. അപ്പോൾ നോക്കി ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ. അപ്പോൾ പാമിന് പെർപെൻഡിക്കുലർ എടുക്കുമ്പോൾ എങ്ങോട്ടാണ് വരുന്നത്? ഈസ്റ്റിലേക്കാണ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ വരും. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പെടുത്തു. ഔട്ട്വേർഡാണ് നമ്മുടെ അപ്വേർഡ് ഡയറക്ഷൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഫിംഗേഴ്സ് കേൾ ചെയ്തു, ഫിംഗേഴ്സ് സ്ട്രെച്ച് ചെയ്തു. പാമിന് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് സൈഡിലേക്ക്. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഏതാ? ഈസ്റ്റ് ആണ്.
അപ്പോൾ ഈസ്റ്റിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് പാം റൂൾ യൂസ് ചെയ്താൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ ഫിംഗർ എടുക്കുക, അവിടുന്ന് ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്ക് ഫിംഗേഴ്സ് സ്ട്രെച്ച് ചെയ്യുക. പാമ്പിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഫീൽഡ് വരുന്നത്, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അടുത്ത 15ാമത്തെ ചോദ്യം. ആൻ അമീറ്റർ റീഡ്സ് അപ് ടു 1 ആംപിയർ. ഇറ്റ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് 0.81 ohm. To increase the range to 10 ampere, the value of the required shunt is. നമുക്കറിയാം ഗാൽവനോമീറ്ററിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടാണ് അതിനെ അമീറ്റർ ആക്കി മാറ്റുന്നത് നമുക്കറിയാം. ഷണ്ട് റെസിസ്റ്റൻസ് എസ് എന്നെടുത്തു, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ജി എന്നെടുത്തു. നമുക്കറിയാം ഇതിലൊരു കറണ്ട് ഐ വരുമ്പോൾ ഗാൽവനോമീറ്ററിൽ കൂടെ അലൗ ചെയ്യുന്ന മാക്സിമം കറണ്ട് ഐ ജി ആണെങ്കിൽ ബാക്കിയുള്ള കറണ്ട് ഷണ്ട് റെസിസ്റ്റൻസിൽ കൂടെ പോകും. ഈ ഗാൽവനോമീറ്ററിൽ കൂടെ മാക്സിമം അലൗ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഷണ്ട് റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഈ ഗാൽവനോമീറ്ററിൽ കൂടെ നമുക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ജി അത് മാക്സിമം 1 ആംപിയർ ആണ്. അത് തന്നെയാണ് നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റുന്ന കറണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഐ എന്ന് പറഞ്ഞ കറണ്ട് വരുന്നു, ഇവിടെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഗാൽവനോമീറ്ററിൽ പാസ് ചെയ്യുന്ന മാക്സിമം കറണ്ട് ഐ ജി അത് 1 ആംപിയർ ആണ്, ബാക്കിയുള്ളത് എങ്ങോട്ട് പോകും? ഷണ്ടിൽ കൂടെ പോകും. അത്രേ ഉള്ളൂ പ്രിൻസിപ്പിൾ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഐ ജിയുടെ മാക്സിമം വാല്യൂ 1 ആംപിയർ ആണ്. ഇവിടെ ഐയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് 10 ആംപിയർ ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി 9 ആംപിയർ ഷണ്ടിൽ കൂടെ പോകും. ഇപ്പോൾ 10 ആംപിയർ വരുന്നു, ഇതിലെ മാക്സിമം 1 ആംപിയർ, ബാക്കിയുള്ളത് ഇതിലേ പോകണം, അത് 9 ആംപിയർ. 10 - 1 9 ആംപിയർ. ഇനി ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇക്വേറ്റ് ചെയ്യാലോ. അപ്പോൾ ഐ ജി ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു ഐ എസ് ഇൻറ്റു എസ്. ഐ ജി നമുക്ക് എത്രയാണ്? 1 ആണ്. ജി തന്നിട്ടുണ്ട് എത്രയാ? 0.81 ohm ആണ്. ഐ എസ് എത്രയാ? 9 ആംപിയർ ആണ്. ഇൻറ്റു ഷണ്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ 0.81/9 ആണ് ഷണ്ട് വരുന്നത്, ശരിയല്ലേ? അപ്പോൾ 0.81/9 ഈസ് ഈക്വൽ ടു ഷണ്ട് എസ് വരും. അപ്പോൾ 81/9 നമുക്കറിയാം എത്രയാണ്? 9 ആണ്. അപ്പം 0.81 നമുക്ക് 81 × 10⁻² എന്ന് എഴുതാം. 81/9 9 ആണ്. അപ്പോൾ 9 × 10⁻² 0.09 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 16ാമത്തെ ചോദ്യം. സോളിനോഡ് കൺസിസ്റ്റ് ഓഫ് 100 ടേൺസ് ഓഫ് വയർ and has a length 10 cm. The magnetic field inside the solenoid when it is carries a current of 0.5 ampere will be. സോളിനോഡിൻ്റെ ഇൻസൈഡിലെ ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, സിമ്പിൾ ആണ്. μ0 ആണ്. n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ N/L കൊടുക്കാം. അപ്പോൾ μ0യുടെ വാല്യൂ നമുക്കറിയാമല്ലോ, 4π × 10⁻⁻7 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് 100 തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട് 0.5 ആംപിയർ ആണ്. അപ്പോൾ ലെങ്ത് എത്രയാണെന്ന് നോക്കിയേ, ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിനെ മീറ്ററിലോട്ട് മാറ്റണം, 10 × 10⁻² വരും. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്താൽ ഇവിടെ 10 10⁻² പോയിട്ട് 10⁻⁻1 വരും. ഈ 10⁻⁻1ഉം 0.5 ന് 10⁻⁻1 ക്യാൻസൽ, നമുക്ക് 5 വരും. അപ്പോൾ 5 × 4 നമുക്ക് 20 വരും. 20π × 10⁻⁻5 വരും. അല്ലെങ്കിൽ 2π × 10⁻⁻4. 2π നമുക്കറിയാം 6.28 ആണ്. അപ്പോൾ × 10⁻⁻4 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. 6.28 × 10⁻⁻4 ടെസ്ല. അപ്പോൾ അടുത്ത 17ാമത്തെ ചോദ്യം. A long solenoid carrying a current produces a magnetic field B along its axis. If current is doubled and the number of turns per centimeter is halved, new value of magnetic field is. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദി സോളിനോഡ് μ0 Ni. നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? കറണ്ട് ഈസ് ഡബിൾഡ്, ഐ ഡബിൾ ആക്കി, നമ്പർ ഓഫ് ടേൺസ് പെർ സെൻറ്റിമീറ്റർ ഈസ് ഹാഫ്ഡ്. അപ്പോൾ പുതിയ കറണ്ട് എത്രയാണ്? I' ഈസ് ഈക്വൽ ടു 2I ആണ്. n എന്ന് പറയുന്നത് എത്രയാണ്? n/2 ആണ്. അപ്പോൾ നോക്കിയേ, n/2 ആയി, കറണ്ട് ഡബിളായി. അപ്പോൾ ആ 2ഉം ഹാഫും കൂടെ ക്യാൻസലായി പോയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എത്ര തന്നെ കിട്ടും? B തന്നെ കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അടുത്ത 18ാമത്തെ ചോദ്യം. ദി നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് കെപ്റ്റ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ്. സിമ്പിളാണ്, നമുക്കറിയാം. ഏത് ക്ലോസ്ഡ് സർഫസ് എടുത്താലും ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഓൾവേസ് എത്രയാ? 0 ആണ്. കാരണം എന്തുവാ? മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. ഒരു നോർത്ത് പോൾ ഉണ്ടെങ്കിൽ ഒരു സൗത്ത് പോൾ കാണും.
അപ്പോൾ നമ്മൾ ഏത് ക്ലോസ്ഡ് സർഫസ് എടുത്താലും എത്ര ഫീഡ് ലൈൻസ് സർഫസിലേക്ക് എൻ്റർ ചെയ്യും അത്രയും ലീവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഓൾവേസ് 0 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. മനസ്സിലായല്ലോ? 19ാമത്തെ ചോദ്യം, എ മാഗ്നറ്റിക് നീഡിൽ ലൈങ് പാരലൽ ടു എ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർസ് W unit of work to turn through 60 degree. The torque to maintain the needle in this position will be. നമുക്കറിയാം ഒരു മാഗ്നറ്റിക് നീഡിൽ അത് മാഗ്നറ്റിക് ഡൈപോളിന് തുല്യമാണ്. അതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേഷൻ നടത്താൻ വർക്ക് ചെയ്യണം. ആ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം MB × cos θ1 - cos θ2. മാഗ്നറ്റിക് മൊമെൻ്റം ഫീൽഡും ഇനിഷ്യലി θ1 ആംഗിളിലാണ്. അപ്പോൾ അതിനെ θ2 ആംഗിളിലേക്ക് റൊട്ടേഷൻ നടത്തണം. അപ്പോൾ W = MB × cos θ1 - cos θ2 എന്ന് വരും. അപ്പോൾ അതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇനിഷ്യലി ഇവിടെ പ്രത്യേകത മാഗ്നറ്റിക് നീഡിൽ ഡൈയിങ് പാരലൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ θ1 0 ആണ്. അപ്പോൾ cos θ1 cos 0 വരും. θ2 എത്രയാ? 60 ഡിഗ്രിയിലേക്കാണ് റൊട്ടേഷൻ നടത്തിയത്. അപ്പോൾ cos θ2 cos 60 വരും. cos 0 1 ആണ്, cos 60 1/2 ആണ്. അപ്പോൾ 1 - 1/2 1/2 വരും. അപ്പോൾ W = MB/2 വരും. ഇനി നമ്മൾ എന്താ കാണാൻ ചോദ്യം, ഈ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര ടോർക്ക് അപ്ലൈ ചെയ്യണമെന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം MB sin θ. ഇപ്പോൾ 60 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ MB × sin θ2 എടുക്കണം. MB × sin θ2 sin θ2 sin 60 ആണ്. sin 60 എത്രയാണ്? √3/2 ആണ്. അപ്പോൾ √3/2 × MB വരും. ഇനി നോക്കിയാൽ MB/2 W അല്ലേ? അപ്പോൾ √3W എന്ന് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്, √3W. അപ്പോൾ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ഡൈപോളിൻ്റെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും ടോർക്കിൻ്റെ ഇക്വേഷൻ അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ അടുത്ത 20ാമത്തെ ചോദ്യം, എ ബാർ മാഗ്നറ്റ് ഈസ് ഓസിലേറ്റിംഗ് ഇൻ ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ടൈം പീരിയഡ് T. വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് ടൈം പീരിയഡ് ഓഫ് മോഷൻ ഇഫ് ഇറ്റ്സ് മാസ് ഈസ് ക്വാഡ്രപ്പിൾഡ്. അപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ബാർ മാഗ്നറ്റിക് ഫീൽഡിൽ ഓസിലേഷൻ നടക്കുമ്പോൾ T = 2π√I/MB ആണ് ഇക്വേഷൻ. ഇവിടെ M മാഗ്നറ്റിക് മൊമെൻറ്റും B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും I മൊമെൻ്റ് ഓഫ് ഇനീഷ്യ. I മൊമെൻ്റ് ഓഫ് ഇനീഷ്യ M L²/12 ആണ്. നമുക്കറിയാം M എന്ന് പറയുന്നത് മാസ്, L ലെങ്ത്, ഇവിടെ ക്യാപിറ്റൽ M മാഗ്നറ്റിക് മൊമെൻ്റ്. നമ്മളെന്താ പറഞ്ഞേക്കുന്നത്? മാസ് ക്വാഡ്രപ്പിളാക്കി, മാസ് 4 ടൈംസ് ആക്കി മാറ്റി. അപ്പോൾ പുതിയ മാസ് M' = 4M. അപ്പോൾ ബാക്കിയൊന്നും മാറുന്നില്ലല്ലോ. ഇവിടെ മാഗ്നറ്റിക് മൊമെൻ്റ് മാറുന്നില്ല, മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നില്ല, മാസ് മാത്രം മാറുന്നതായിട്ടേ പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. മാസ് 4 ടൈംസ് ആണെങ്കിൽ നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനീഷ്യ എത്ര ടൈംസ് ആവും? 4 ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ I' = 4I. അപ്പോൾ ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു √I എന്നെടുക്കാം. അപ്പോൾ T' T = √I' വരും. I' 4I ആണ്. അപ്പോൾ 4I/I റൂട്ട് 4ൻ്റെ √2 വരും. അപ്പോൾ T' = T × 2 വരും. അപ്പോൾ ആദ്യത്തെ ടൈം പീരീഡ് T ആണെങ്കിൽ ഇപ്പോൾ എത്രയാണ്? 2 × T വരും. അപ്പോൾ മോഷൻ റിമെയിൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ടൈം പീരീഡ് T/2 തെറ്റാണ്. മോഷൻ റിമെയിൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ടൈം പീരീഡ് നിയർലി കോൺസ്റ്റന്റ് തെറ്റാണ്. മോഷൻ റിമെയിൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ടൈം പീരീഡ് 2 × T ശരിയാണ്. മോഷൻ റിമെയിൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ടൈം പീരീഡ് 40 തെറ്റാണ്. അപ്പോൾ ഇവിടെ മാസ് മാത്രമേ മാറുന്നതായിട്ടുള്ളൂ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാസ് മാത്രം മാറുന്നതായിട്ട് എടുക്കുക, ലെങ്ത് മാഗ്നറ്റിക് മൊമെൻറ്റ് സെയിം ആയിട്ട് എടുക്കാം. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനീഷ്യ 4 ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ ടൈം പീരീഡ് 2 ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ അടുത്തത് 21ാമത്തെ ചോദ്യം, ആൻ ഇലക്ട്രോൺ മൂവ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് XY as shown. The ABCD is a coil adjacent in the path of electron. What will be the direction of current if any induced current in the coil? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഈ സർക്കുലർ ലൂപ്പ് അല്ലെങ്കിൽ കോയിലിനെ പാസ് ചെയ്യുന്നതാണ് സിറ്റുവേഷൻ. നമുക്കറിയാം ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പം ഇലക്ട്രോൺ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ഇലക്ട്രോൺ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആദ്യം നോക്കുക, ഈ ഇലക്ട്രോൺ അപ്രോച്ചിങ് ദി സർക്കുലർ ലൂപ്പ് അല്ലെങ്കിൽ കോയിലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിനകത്ത് ഏത് പോയിന്റ് എടുത്താലും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. മാഗ്നറ്റിക് ഫീൽഡ് കൂടിയാൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുമ്പോൾ അവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഇനി നമുക്കറിയാം ഈ ചാർജ് ഇതിനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ സർക്കുലർ ലൂപ്പിൻ്റെ ഇൻസൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറയും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയുമ്പോഴും ഫ്ലക്സ് കുറയുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇലക്ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ ഫ്ലക്സ് കൂടുന്നു,
പിന്നെ ഫ്ലക്സ് കുറയുന്ന ത്രൂ ഔട്ട് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ് നോക്കിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും പറയേണ്ട ആവശ്യമില്ല. ഫ്ലക്സ് കൂടുമ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്ലക്സ് കുറയുമ്പോൾ. അപ്പോൾ തീർച്ചയായും ഇലക്ട്രോൺ പാസ് ചെയ്ത് പോകുമ്പോൾ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് മാറും. ആദ്യം അടുത്ത് വരുമ്പോഴുള്ള കറണ്ടിൻ്റെ ഓപ്പോസിറ്റാണ് അകലേക്ക് പോകുമ്പോൾ. അപ്പോൾ ABCD ADCB എന്ന് പറയണമെങ്കിൽ അത് എവിടെയാണ് ഇലക്ട്രോൺ വരുന്നതെന്ന് പറയണം. അപ്പോൾ തീർച്ചയായിട്ടും ആൻസർ 3 ആവുന്നത്. ഡയറക്റ്റ് കറണ്ട് വിൽ റിവേഴ്സ് ഇറ്റ്സ് ഡയറക്ഷൻ ആസ് ഇലക്ട്രോൺ ഗോസ് പാസ് ദി കോയിൽ. മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത 22ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. A conducting rod of length L is moving in a transverse magnetic field of strength V with velocity V. The resistance of the rod is R. The current in the rod is. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു L ലെങ്ത് ഉള്ള കണ്ടക്ടർ V വെലോസിറ്റിയിൽ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ പോകുന്നു. അപ്പോൾ നമുക്കറിയാം കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് EMF BLV. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എഴുതുമ്പോൾ കറണ്ട് I = EMF/R BLV/R എന്ന് എഴുതാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരു കണ്ടക്ടർ വെറുതെ മൂവ് ചെയ്യുമ്പോൾ അതിന് അക്രോസ് ആയിട്ടൊരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും, അതൊരു സെല്ലിന് ഇക്വലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ക്ലോസ്ഡ് സർക്യൂട്ട് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് 0 അപ്പോൾ ഇതൊരു ബാറ്ററിക്ക് തുല്യമാണ്. ബാറ്ററിയിൽ ആരെങ്കിലും കണക്ട് ചെയ്താലല്ലേ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ EMF ഉണ്ട്, ദർ ഈസ് നോ ക്ലോസ്ഡ് പാത്ത്, അതുകൊണ്ട് തീർച്ചയായിട്ടും കറണ്ട് എത്രയാണ്? കറണ്ട് 0 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ അടുത്ത 23ാമത്തെ ചോദ്യം. The effective area of the coil exposed to the magnetic field lines changes with time. The flux at any time is. അപ്പോൾ കാണിച്ചിരിക്കുന്ന ഇത്ര ഉള്ളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ നമ്മൾ റൊട്ടേഷൻ നടക്കുന്നു. ആ റൊട്ടേഷൻ നടക്കുമ്പോൾ എഫക്റ്റീവ് ഏരിയ ഓഫ് ദി കോയിൽ ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഫ്ലക്സ് φ = NBA cos θ എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം തീറ്റയ്ക്ക് പകരം ഒരു ωt കൊടുക്കാം, ശരിയല്ലേ? ഇനിഷ്യലി ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും പാരലലാണ്. അപ്പോൾ തീറ്റ റൊട്ടേഷൻ നടത്തുന്ന ആംഗിൾ തന്നെ വരും. ഒമേഗ ആംഗിൾ ഓഫ് വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ആണ്. അപ്പോൾ ωt എന്ന് പറയുന്നത് T സമയം കൊണ്ട് ഇത് റൊട്ടേഷൻ നടക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഫ്ലക്സ് നമുക്കൊരു NBA cos ωt വരുന്നത് അല്ലേ? ഇവിടെ നമ്പർ ഓഫ് ടേൺസ് 1 എടുക്കുക. അപ്പോൾ BA cos ωt ആണ് വരാൻ സാധ്യത. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ് വരുന്നത്. ബാക്കിയൊക്കെ തെറ്റാന്ന് നമുക്കറിയാം, ബാക്കിയൊന്നും പോസിബിലിറ്റി ഇല്ല. cot ωt tan ωt ഒന്നും വരാൻ സാധ്യതയില്ല നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 മാത്രമേ വരത്തുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത ഫോർ ദി കറണ്ട് I at an instant in a circuit with the inductance L, the rate of work done is. നമുക്കറിയാം ഇൻഡക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്ത സമയത്ത് അതിൽ എനർജി സ്റ്റോർ ചെയ്യും. എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വർക്ക് ഡൺ നടത്തണം. ആ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എനർജി സ്റ്റോർഡ് ഇൻ ദി ഇൻഡക്ടർ തന്നെയാണ്, അത് ½ Li². എനർജി സ്റ്റോർഡ് ഇൻ ദി ഇൻഡക്ടർ ½ Li². ഇപ്പോൾ വർക്ക് ഡൺ ടു പ്രൊഡ്യൂസ് കറണ്ട് ഇൻ ദി ഇൻഡക്ടർ ചോദിച്ചാലും അത് ½ Li². നമ്മളോട് എന്താ ചോദ്യം? റേറ്റ് ഓഫ് വർക്ക് ഡൺ ആ ചോദ്യം. റേറ്റ് ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ dW/dt ആണ് ചോദ്യം. അതിൽ L/2 കോൺസ്റ്റൻ്റ് ആണ്, d/dt ഓഫ് I² വരും. ദാറ്റ് ഈസ് L/2 ഇൻറ്റു I² ഡിഫറൻഷ്യൽ നമുക്കറിയാം 2I ഇൻറ്റു di/dt ആണ്. അപ്പോൾ 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ LI ഇൻറ്റു di/dt വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. dW/dt = LI ഇൻറ്റു di/dt. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 25ാമത്തെ ചോദ്യം. ദി ഇലക്ട്രിക് മെയിൻസ് ഇൻ ദി ഹൗസ് ഈസ് മാർക്ക്ഡ് ആസ് 220 volt 50 Hz. റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ ദി ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്. നമുക്കറിയാം ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 220 volt എന്ന് പറഞ്ഞാൽ അത് RMS വാല്യൂ. RMS വാല്യൂ ആണെങ്കിൽ നമുക്കറിയാം പീക്ക് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? V0 × √2 എടുക്കണം. അപ്പോൾ 220 × √2 വരും. 220 × √2 നമുക്കറിയാം ഏകദേശം 311 വരും. അപ്പോൾ ദാറ്റ് ഈസ് = 311.1 volt ആണ് അപ്രോക്സിമേറ്റ്ലി വരും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ പീക്ക് വാല്യൂ 311, അത് 220ക്കാട്ടിലും കൂടുതൽ വരണം. അപ്പോൾ ഓപ്ഷൻ 1 തെറ്റാണ്. ഇവിടെ പീക്ക് വാല്യൂ 3.1 ആണ്, ഇവിടെ 31.1 ആണ്, ഇവിടെ 3.11 ആണ്, തെറ്റാണ്. അപ്പോൾ പോസിബിലിറ്റി ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. ഇനി നമുക്കറിയാം വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഒരു V0 sin ωt എന്നാണ് വരുന്നത്. V0 നമുക്ക് കണ്ടുപിടിച്ചു 311.1 ആണ്. പിന്നെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് വേരിയേഷൻ ഓഫ് വോൾട്ടേജ് ആണ്. അത് കാണാൻ നമുക്കറിയാം ഒമേഗ = 2πf എടുത്താൽ മതി. ഫ്രീക്വൻസി 50 ആണ്. അപ്പോൾ 2πf എന്ന് പറയുന്നത് 100π വരും. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് 26ാമത്തെ ചോദ്യം. ഇൻ കപ്പാസിറ്റീവ് AC സർക്യൂട്ട്
ദി കറണ്ട് റീച്ചസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ എർലിയർ ദാൻ ദി വോൾട്ടേജ് വൈ. ഇവിടെ കപ്പാസിറ്റീവ് എ സി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ കപ്പാസിറ്റർ ആയിരിക്കണം. പ്യുവർ കപ്പാസിറ്റർ ആണെങ്കിൽ നമുക്കറിയാം കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ എ ഫേസ് ഓഫ് π/2 അല്ലെങ്കിൽ വോൾട്ടേജ് ലാക്സ് കറണ്ട് ബൈ എ ഫേസ് ഓഫ് π/2 ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് π/2 ആണ്. ഇനി ഫേസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്തുവായിരുന്നു, ഒമേഗ ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് വെറുതെ എടുത്താൽ Δ φ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു Δt. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഉണ്ടാവാൻ കാരണം ഈ കറണ്ട് വോൾട്ടേജ് മാക്സിമം മിനിമം ഒക്കെ വരുന്ന ടൈമിലുള്ള ഡിഫറൻസ് മൂലമാണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് Δ φ ആണെങ്കിൽ Δ φ ഈസ് ഒമേഗ ഇൻറ്റു Δt കൊടുക്കാം. ഇപ്പോൾ Δ φ നമുക്ക് π/2 ആണ്. ഒമേഗയ്ക്ക് പകരം 2π/t കൊടുക്കാം, ഇൻറ്റു Δt വരും. അപ്പോൾ Δt ഈസ് ഈക്വൽ ടു എത്ര വരും, T/4 വരും. അപ്പോൾ 1/4 ഓഫ് ദി ടൈം പീരീഡ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഏതേ ഉള്ളൂ, ഓപ്ഷൻ 4 ആണ് വരുന്നത്. പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട് എന്ന് എടുക്കാം. അപ്പോൾ 1/4 ഓഫ് ദി ടൈം പീരീഡ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. മനസ്സിലായല്ലോ. 27ാമത്തെ ചോദ്യം, 15 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു 220 വോൾട്ട് 50 ഹെർട്സ് സോഴ്സ്. ദി കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ. ഒമേഗ കാണാൻ എന്ത് ചെയ്താൽ മതി, 2πf എടുത്താൽ മതി. ദാറ്റ് ഈസ് 1/Cയുടെ വാല്യൂ 15 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 15 ഇൻറ്റു 10⁻⁻6 മൈക്രോഫാരഡിനെ ഫാരഡ് ആക്കിയപ്പോൾ 15 ഇൻറ്റു 10⁻⁻6 വരും. ഇൻറ്റു 2π ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കിയാൽ 50 ഹെർട്സാണ് വരും. അപ്പോൾ ഫ്രീക്വൻസി 50 വരും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ അപ്രോക്സിമേറ്റ്ലി 212 ഓം വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഇപ്പോൾ 212 ഓം. 28ാമത്തെ ചോദ്യം, ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 40 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് മിറർ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. ദി ഇമേജ് ഫോംഡ് ഈസ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 40 സെൻറ്റിമീറ്റർ ആണ്. ഒരു കോൺവെക്സ് മിററിൻ്റെ ഫ്രണ്ടിൽ ഒരു റിയൽ ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്, -40 വരും. കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ ആണ്. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ് നമുക്കറിയാം. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മൈനസ്, ഫോക്കൽ ലെങ്ത് മൈനസ്. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ, ദി ഇമേജ് ഫോംഡിൻ്റെ പ്രത്യേകതയാണ് ചോദ്യം. അപ്പോൾ എനിക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് നമുക്ക് മനസ്സിലായി. ഇവിടെ യുവിൻ്റെ പ്രത്യേകത എന്തുവാ, മാഗ്നിറ്റ്യൂഡ് ഓഫ് യു എന്ന് പറയുന്നത് 2 ടൈംസ് ഫോക്കൽ ലെങ്താണ്. ഇപ്പോൾ കോൺകേവ് മിററിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 2 ടൈംസ് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് കർവേഷനിലാണ്. അപ്പോൾ കോൺകേവ് മിററിൽ ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ സൈസ് സെയിം ആണ്. അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്തുവാ, കോൺകേവ് മിററിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ അല്ലെങ്കിൽ 2 ഓഫ് ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ സൈസ് സെയിം ആയിരിക്കും. പിന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. അപ്പോൾ വെർച്വൽ ആൻഡ് ഡയറക്റ്റ് തെറ്റാണ്. റിയൽ, ഇൻവേർട്ടഡ്, സ്മോളർ സൈസ് തെറ്റാണ്. അപ്പോൾ പോസിബിലിറ്റി ഓപ്ഷൻ 1 മാത്രമേ വരത്തുള്ളൂ. അടുത്തത്, എ കോൺകേവ് മിറർ ഫോക്കൽ ലെങ്ത് പ്രൊഡ്യൂസസ് ആൻ ഇമേജ് n ടൈംസ് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ദി ഇമേജ് ഈസ് റിയൽ, ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം ദി മിറർ ഈസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇമേജ് റിയൽ ആണ്. റിയൽ ഇമേജ് ആകുമ്പോൾ നമുക്കറിയാം അത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു, റിയൽ ഇമേജ് ഉണ്ടായി, അത് ഇൻവേർട്ടഡ് ഇമേജ് ആണ്, മാറിപ്പോയിക്കരുത്. ഇനി പറഞ്ഞിരുന്നത് എന്തുവാ, ഇമേജ് n ടൈംസ് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ n എന്തുവാ, മാഗ്നിഫിക്കേഷൻ ആണ് n വരുന്നത്. മനസ്സിലായല്ലോ. സൈസ് ഓഫ് ദി ഇമേജ് ഒബ്ജക്റ്റിൻ്റെ എത്ര ടൈംസ് ആണോ അതാണ് മാഗ്നിഫിക്കേഷൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു n. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒപ്റ്റിക്സിലെല്ലാം ശ്രദ്ധിക്കണം, സൈൻ കൺവെൻഷൻ കൊടുത്തിട്ട് വേണം ആൻസർ സോൾവ് ചെയ്യാൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ n ആണത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. അത് നോക്കിയാൽ അവിടെ റിയൽ ഇമേജസ് ഇൻവേർട്ടഡ് ആണോ ഓർത്തിരിക്കണം. ഇൻവേർട്ടഡ് ഇമേജുകൾക്ക് ഇവിടെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് m-n കൊടുക്കണം. ഇമേജ് ഇൻവേർട്ടഡ് ആയതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് കൊടുക്കണം. സോ m ഈസ് ഈക്വൽ ടു -n. നമുക്ക് ആ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം ദി മിറർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ, മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എടുത്താൽ മതി. m ഈസ് ഈക്വൽ ടു f/f-u. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. എമ്മിന് പകരം -n കൊടുക്കണം. കോൺകേവ് മിറർ ഫോക്കൽ ലെങ്ത് f എന്നാണ് കേട്ടോ. ഇവിടെ ഫോക്കൽ ലെങ്ത് f ആണ്. അപ്പോൾ കോൺകേവ് മിറർ ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. അപ്പോൾ -f/-f-u വരും. അപ്പോൾ യുവിന് സൈൻ കൊടുക്കേണ്ട, അത് കണ്ടുപിടിക്കണം. എമ്മിന് -n കൊടുക്കണം. കോൺകേവ് മിറർ ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് കൊടുക്കണം. ക്രോസ് മൾട്ടിപ്പിൾ -n ഇൻറ്റു -f പ്ലസ് n ഇൻറ്റു f വരും. -u ഇൻറ്റു -n n ഇൻറ്റു u വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -f.
അപ്പോൾ ഈ n ഇൻറ്റു എഫ് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടാൽ n ഇൻറ്റു യു ഈസ് ഇക്വൽ ടു മൈനസ് എഫ് മൈനസ് എൻ എഫ് വരും. അപ്പോൾ യു ഈസ് ഇക്വൽ ടു മൈനസ് എഫ് കോമൺ ആയിട്ട് എടുത്താൽ ഇൻറ്റു n പ്ലസ് 1/n വരും. അപ്പോൾ യു മൈനസ് എഫ് ഇൻറ്റു n പ്ലസ് 1/n എന്ന് കിട്ടി. നമുക്കറിയാം യു നെഗറ്റീവ് കിട്ടണം, കാരണം റിയൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവാണ്. പക്ഷെ നമുക്ക് അങ്ങനെ നെഗറ്റീവ് ആൻസർ ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്താൽ മതി, മാഗ്നിറ്റ്യൂഡ് ഓഫ് യു എടുത്താൽ മതി. അത് എഫ് ഇൻറ്റു n പ്ലസ് 1/n വരും. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന എന്തുവാ, n പ്ലസ് 1 ഇൻറ്റു f/n എന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ സൈൻ കൊടുത്തിട്ട് വേണം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജനറലി സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. പിന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത്, അവിടെ നെഗറ്റീവ് ഇല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എഴുതുക. നമുക്ക് -5 ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. റിയൽ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് എന്നറിയാം, അപ്പോൾ സൈൻ കാണുകയില്ല. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് അങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത 30ാമത്തെ ചോദ്യം. A graph shows part of variation of V with a change in U for a concave mirror. Points plotted above the point P on the curve represents values of V. അപ്പോൾ യുവും വിയും ഗ്രാഫ് ഉണ്ട്. നമുക്കറിയാം ഒരു ഹൈപ്പർബോളിക് ഗ്രാഫാണ് കിട്ടുന്നത്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്ന 45 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമുക്കറിയാം 45 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് എടുക്കുമ്പം ആ ലൈനിൻ്റെ പ്രത്യേകത യുവും വിയും സെയിം ആണ്. അപ്പോൾ 45 ഡിഗ്രി വരത്തുള്ളൂ നമുക്കറിയാം. അതാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റിൽ യുവും വിയും സെയിം ആണ്. കോൺകേവ് മിററിൽ യുവും വിയും സെയിം ആകണമെങ്കിൽ നമുക്കറിയാം ഇവിടെ യുവിൻ്റെ മാഗ്നിറ്റ്യൂഡും വിൻ്റെ മാഗ്നിറ്റ്യൂഡും 2f ഈക്വൽ ആയിരിക്കും. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് യുവും വിയും 2f ആകുന്ന സമയത്ത്. ബാക്കി നമുക്കറിയാം ഇവിടെ വി 2f ആണെങ്കിൽ ഇതിന് മുകളിലോട്ട് എടുക്കുമ്പോൾ വി ഗ്രേറ്റർ ദാൻ 2f ആണ്, താഴേക്ക് എടുക്കുമ്പോൾ ബി ലെസ് ദാൻ 2f ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലത്തെ പോയിന്റിൻ്റെ പ്രത്യേകതയാണ് ചോദ്യം. അവിടെ ബിയുടെ വാല്യൂവിൻ്റെ പ്രത്യേകത ലാർജർ ദാൻ 2f ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട എത്ര ഉള്ളൂ, ഇൻ കോൺകേവ് മിറർ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് സെയിം പൊസിഷനിൽ വരുന്നത് ഒബ്ജക്റ്റ് 2f വരുമ്പോഴാണ്. അപ്പോൾ യുവും വിയും 2f ആണ്. അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ അടുത്ത 31ാമത്തെ ചോദ്യം. ടു എ ബേർഡ് ഇൻ എയർ, fish in water appears to be 30 cm from the surface, then the true depth of the fish is. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടറിൽ ഒരു ഫിഷ് കൺസിഡർ ചെയ്തു. ഇവിടെ ബേർഡാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിഷിൻ്റെ ആക്ച്വൽ പൊസിഷൻ ഇവിടെ ആണെങ്കിൽ നമ്മൾ കാണുന്നത് അതിനെ കുറച്ചുകൂടെ അടുത്താണ് പഠിച്ചിട്ടുണ്ട്. ഫിഷിനെ നമ്മൾ കാണുന്നത് കുറച്ചുകൂടെ അടുത്ത്, അതായത് കുറച്ചുകൂടെ മുകളിലേക്ക് റൈസ് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇൻ്റർഫേസ് ചെയ്യുന്ന ഫിഷിൻ്റെ ആക്ച്വൽ ഡിസ്റ്റൻസ് എക്സും നമ്മൾ കാണുന്ന ഡിസ്റ്റൻസ് വൈ ആണെങ്കിൽ ഈ വൈ ആണ് നമുക്ക് തന്നിരിക്കുന്ന 30 സെൻറ്റിമീറ്റർ. അതായത് അപ്പാരൻ്റ് ഡെപ്ത് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. റിയൽ ഡെപ്ത് എക്സ് കണ്ടുപിടിക്കണം. നമുക്കറിയാം വാട്ടർ ഡെൻസർ മീഡിയം ആണ്. അപ്പോൾ റിയൽ ഡെപ്ത് അപ്പാരൻ്റ് ഡെപ്തിനെക്കാട്ടിലും കൂടുതലാണ്. റിയൽ ഡെപ്ത് n ഇൻറ്റു അപ്പാരൻ്റ് ഡെപ്ത്, അതാണ് ഇക്വേഷൻ. എക്സ് ഇസ് ഇക്വൽ ടു n ഇൻറ്റു വൈ. n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് മ്യൂ ആണ് തന്നിരിക്കുന്നത് 4/3 ഇൻറ്റു വൈയുടെ വാല്യൂ നമുക്ക് 30 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 40 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ ഡെൻസർ മീഡിയത്തിൻ്റെ അപ്പാരൻ്റ് ഡെപ്ത് റിയൽ ഡെപ്തിൻ്റെ റിലേഷൻ അപ്പാരൻ്റ് ഡെപ്ത് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇവിടെ റിയൽ ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 30 ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുത്താൽ ആൻസർ കിട്ടും. അടുത്ത 32ാമത്തെ ചോദ്യം. വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് വെൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് 2 millimeter is placed at a distance 20 cm in front of the axis of a convex mirror of radius of curvature 40 cm. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് r/2 ആണ്. അത് 40/2 20 സെൻറ്റിമീറ്റർ വരും. ഈ കോൺവെക്സ് മിറർ ആയതിനാൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ് നമുക്കറിയാം. നമുക്ക് സൈസ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളാണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. മാഗ്നിഫിക്കേഷൻ കാണാൻ ഫോക്കൽ ലെങ്ത് ഉണ്ട്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ f/f- യൂസ് ചെയ്താൽ മതി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് വരും. ഫോക്കൽ ലെങ്ത് എഫ് നമുക്കറിയാം എത്രയാണ്, +20 ആണ്. ഡിവൈഡഡ് ബൈ 20 മൈനസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയേ. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 20 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ ആണ്. റിയൽ ഒബ്ജക്റ്റ് മിററിൻ്റെ ഫ്രണ്ടിലാകുമ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ് നമുക്കറിയാം. ഇവിടെ ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, യു മൈനസ് ആണ്. അപ്പോൾ മൈനസോ മൈനസ് +20 വരും. ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 2 millimeter. അപ്പോൾ 20/40 1/2 വരും. ഇൻറ്റു 2 1 millimeter വരും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്ര കിട്ടും, 1 millimeter വരും.
ഇവിടെ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മാഗ്നിഫിക്കേഷൻ കാണാൻ f/f-u കൊടുക്കുക, അവിടെ സൈൻ കൺവെൻഷൻ കൊടുക്കണം, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കോൺവെക്സ് മിററിന്റെ ഫ്രണ്ടിൽ ഒരു റിയൽ ഒബ്ജക്റ്റ് വെച്ചാൽ അത് എല്ലായ്പ്പോഴും ഡിമിനിഷ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആൻസർ 2 മില്ലിമീറ്ററിലും കുറവേ വരത്തുള്ളൂ. അപ്പോൾ നോക്കിയേ, ഇത് മൂന്നും വരാൻ യാതൊരു സാധ്യതയില്ല. കാരണം എന്തുവാ, അത് ഡിമിനിഷ് ഇമേജ് ആണ്. അപ്പോൾ ആ ഡിമിനിഷ് ഇമേജ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും സൈസ് ഓഫ് ദി ഇമേജ് കുറവായിരിക്കണം. അപ്പോൾ ആൻസർ 2 മില്ലിമീറ്ററിലും വരുന്നതെല്ലാം തെറ്റായിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാതെ തന്നെ ആൻസർ ഓപ്ഷൻ 4 എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം ഓപ്ഷനിലേക്ക് നോക്കുക. ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. നേച്ചർ ഓഫ് ദി ഇമേജ് അറിയാമെങ്കിൽ 3 ഓപ്ഷൻസ് തെറ്റാന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചോണം. നമുക്കവിടെ 33ാമത്തെ ചോദ്യമാണ്. റിഫ്രാക്റ്റൻസ് ഓഫ് വാട്ടർ ഈസ് 4/3 and that of glass is 5/3. What will be the critical angle of ray of light entering water from the glass? അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ആൻഡ് വാട്ടർ കണ്ടുപിടിച്ചാൽ മതി. ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, C is critical angle, then that is equal to refractance of rarer medium by denser medium. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇവിടെ റെയറർ മീഡിയം ആരാ? നമുക്കറിയാം വാട്ടർ ആണ്. ഡെൻസർ മീഡിയം ഗ്ലാസ്സാണ്. അപ്പോൾ റിഫ്രാക്റ്റൻസ് ഓഫ് വാട്ടർ ബൈ റിഫ്രാക്റ്റൻസ് ഓഫ് ഗ്ലാസ് വരും. വാട്ടറിൻ്റെ റിഫ്രാക്റ്റൻസ് എത്രയാണ്? 4/3 ആണ്. ഗ്ലാസിൻ്റെ എത്രയാണെന്ന് നോക്കിയേ, അത് 5/3 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 4/5 വരും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 4/5 ആണ് ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. ഇനി നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ 2ഉം 4ഉം ഏതായാലും തെറ്റാന്ന് കാണുമ്പോഴേ മനസ്സിലാക്കാം. കാരണം സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്. സൈൻ തീറ്റ 1ലും കൂടാൻ പറ്റത്തില്ല. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഗ്രേറ്റർ ദാൻ 1 ഒരിക്കലും വരത്തില്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ 2ഉം 4ഉം തെറ്റാന്ന് കാണുമ്പോഴൊക്കെ മനസ്സിലായിക്കോണം. പിന്നെ നമുക്ക് സയൻസിയുടെ ഇക്വേഷൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കാണുമ്പോഴേ ഓപ്ഷൻ 1 ആണെന്ന് മനസ്സിലാക്കാം. അത് 34ാമത്തെ ചോദ്യം. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, slits are separated by 0.28 millimeter and a screen is placed 1.24 meter away. The distance between the central bright fringe and the fourth bright fringe is measured to be 1.2 centimeter. Determine the wavelength of light used in the experiment. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് എടുത്തു, പിന്നെ അവിടുന്ന് ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് എടുത്തു, ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 1.2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് 1.2 സെൻറ്റിമീറ്റർ. നമുക്കറിയാം സെൻട്രൽ ഒരു ബ്രൈറ്റ് ബാൻഡ്, പിന്നെ ഒരു ഡാർക്ക് ബാൻഡ്, പിന്നെ ഒരു ബ്രൈറ്റ് ബാൻഡ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡും ഉൾക്കൊള്ളുന്നതിനെയാണ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ എന്ന് വിളിക്കുന്നത്. ഇവിടെ സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് വരെ എടുക്കുകയാണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം 4 ബീറ്റയ്ക്ക് ഈക്വലാണ്. അപ്പോൾ ആ 4 ബീറ്റ 1.2 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം, ശരിയല്ലേ? മീറ്റർ ആക്കുവാണെങ്കിൽ ഇൻറ്റു 10⁻² വരും. പിന്നെ ബീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് ലാംഡ d/d ആണ്. ദാറ്റ് ഈസ് 1.2 ഇൻറ്റു 10⁻². അപ്പോൾ 4 ഇൻറ്റു ലാംഡ വേവ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാംഡ അറിയത്തില്ല. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള സെപ്പറേഷനാണ്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട് 1.4 മീറ്റർ ആണ്. അപ്പോൾ ഡിയുടെ വാല്യൂ സ്ലിറ്റുകൾ നമ്മളെ സെപ്പറേഷൻ 0.28 ആണ്. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 10⁻³ വരും. ദാറ്റ് ഈസ് 1.2 ഇൻറ്റു 10⁻². അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത 35ാമത്തെ ചോദ്യം. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് യൂസിങ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 600 നാനോമീറ്റർ, ദി ആംഗുലർ വിഡ്ത്ത് ഓഫ് ദി ഫ്രിഞ്ച് ഫോംഡ് ഈസ് 0.1 ഡിഗ്രി. വാട്ട് ഈസ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദി 2 സ്ലിറ്റ്സ്? നമുക്കറിയാം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ആംഗുലാർ വിഡ്ത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആംഗുലാർ വിഡ്ത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, സൈൻ തീറ്റ അല്ലെങ്കിൽ തീറ്റ ഈസ് ഇക്വൽ ടു ലാംഡ/d. നമുക്ക് സൈൻ തീറ്റ ലാംഡ/d എന്നാണ് ഇക്വേഷൻ. തീറ്റ വളരെ ചെറുതായതുകൊണ്ട് സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്ന് എടുക്കാം. തീറ്റ ഈസ് ഇക്വൽ ലാംഡ/d. നമുക്ക് സ്പേസിംഗ് ബിറ്റ്വീൻ ദ 2 സ്ലിറ്റ്സ് d ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ലാംഡ/θ വരും. അപ്പോൾ ലാംഡ നമുക്ക് 600 നാനോമീറ്റർ ആണ്. അപ്പോൾ ഇൻറ്റു 10⁻⁹ വരും. തീറ്റ 0.1 ഡിഗ്രി ആണ്, അതിനെ റേഡിയനിലോട്ട് മാറ്റണം. അപ്പോൾ ഇൻറ്റു π/180 വരും. അപ്പോൾ ആംഗിൾ ഡിഗ്രിയിൽ എടുത്താൽ പോരാ, നമ്മൾ റേഡിയനിലോട്ട് മാറ്റണം. അപ്പോൾ 0.1 ഡിഗ്രി 0.1 ഇൻറ്റു π/180 ഡിഗ്രി വരും. 180 റേഡിയൻ വരും. അപ്പോൾ നമുക്ക് ആൻസർ നിയർലി 3.44 ഇൻറ്റു 10⁻⁴ മീറ്റർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. കാൽക്കുലേഷൻ നോക്കുക. 36ാമത്തെ ചോദ്യം. The medium between object and objective lens of microscope is not air but a medium of refractive lens. Then the limit of resolution is. അപ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ്റെ ഇക്വേഷൻ നമ്മൾ d θ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. നോർമലി 1.22 ലാംഡ ബൈ
2 sin ബീറ്റ എന്നാണ് പഠിച്ചേക്കുന്നത്. പക്ഷെ നമുക്കറിയാം മീഡിയത്തിലേക്ക് മാറുമ്പോൾ എയറിന് പകരം മീഡിയം ആണെങ്കിൽ വേവ് ലെങ്ത് ലാംഡയ്ക്ക് പകരം ലാംഡ ബൈ എൻ കൊടുക്കണം. അപ്പോൾ 1.22 ലാംഡ ബൈ 2n സൈൻ ബീറ്റ വരും. അപ്പോൾ അതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ആൻസർ ഡയറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. 1.22 ലാംഡ ഡിവൈഡഡ് ബൈ 2n സൈൻ ബീറ്റ. വാക്യത്തിലെ വേവ് ലെങ്ത് ലാംഡയാണ്, മീഡിയത്തിലേക്ക് മാറ്റുമ്പോൾ വേവ് ലെങ്ത് ലാംഡ ബൈ എൻ വരും. നമുക്കറിയാതെ ഉള്ള വ്യത്യാസം. 37ാമത്തെ ചോദ്യം, ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് എ മീഡിയം ഈസ് സൈൻ ഇൻവേഴ്സ് 4/5. ദി പോളറൈസിങ് ആംഗിൾ ഓഫ് ദി മീഡിയം ഈസ്. നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ സൈൻ സി ഇസ് ഈക്വൽ ടു 1/n എന്ന്. അപ്പോൾ സൈൻ സി ഇസ് ഈക്വൽ ടു 1/n ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് 4/5 എന്നാണ്. അപ്പോൾ സൈൻ സി ഇസ് ഈക്വൽ ടു 4/5 വരും. ശരിയല്ലേ? അപ്പോൾ സി സൈൻ ഇൻവേഴ്സ് 4/5, അപ്പോൾ സൈൻ സി 4/5. സൈൻ സി 1/n ആണ്. അപ്പോൾ 4/5 ഇസ് ഈക്വൽ ടു 1/n ഓർ n ഇസ് ഈക്വൽ ടു 5/4 വരും. ഇത് നമുക്ക് പോളറൈസിങ് ആംഗിളിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു n എന്നാണ്. അപ്പോൾ ടാൻ തീറ്റ 5/4 വരും. അപ്പോൾ തീറ്റ ടാൻ ഇൻവേഴ്സ് 5/4 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ ഉണ്ട് അല്ലെങ്കിൽ വാല്യൂ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത്രയേ ഉള്ളൂ. അത് 38ാമത്തെ ക്വസ്റ്റ്യൻ, ദി മൊബിലിറ്റി ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഹോൾസ് സിൻസ് ഇലക്ട്രോൺസ്. നമുക്കറിയാം ഇലക്ട്രോൺസ് ഹോൾസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റിയാണ് കൂടുതൽ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കാരണം ഇലക്ട്രോൺസ് റിക്വയർ സ്മോൾ എനർജി ഫോർ മൂവിങ് ത്രൂ ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസിൽ കൂടെ അത് മൂവ് ചെയ്യണമെങ്കിൽ വളരെ കുറഞ്ഞ എനർജി മതി. അപ്പോൾ ആ കുറഞ്ഞ എനർജി കൊണ്ട് അത് മൂവ് ചെയ്യും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരുന്നത്. അപ്പോൾ 38ാമത്തെ ആൻസർ ഓപ്ഷൻ 3 വരും. അത് 39ാമത്തെ ചോദ്യം, ഇൻ എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഹോൾസ് ഡിഫ്യൂസ് ഫ്രം പി റീജിയൻ ടു എൻ റീജിയൻ ബിക്കോസ്. നമുക്ക് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പി റീജിയനിലെ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, എൻ റീജിയനിലെ ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ അതിന് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തുനിന്ന് ഹോൾസ് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും നമുക്കറിയാം. അപ്പോൾ ദർ ഈസ് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് ഇൻ പി റീജിയൻ ആസ് കമ്പയർഡ് ടു എൻ റീജിയൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ 40ാമത്തെ ചോദ്യം, ചൂസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി ഫോട്ടോ ഡയോഡ്സ്. നമുക്ക് ആ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പോൾ ദിസ് ഈസ് എ പി എൻ ജംഗ്ഷൻ. നമുക്കറിയാം ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ആ പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയാസിൽ യൂസ് ചെയ്താണ് ഫോട്ടോ ഡയോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ 1 ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ വരത്തില്ല. ഫോട്ടോ ഡയോഡ് ക്യാൻ ടേൺ ഇറ്റ്സ് കറണ്ട് ഓൺ ആൻഡ് ഓഫ് ഇൻ നാനോ സെക്കൻഡ്. നമുക്കറിയാം ഈ എപ്പോൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇല്ലാതാവുന്നു ആ ഇൻസിഡൻറ്റിൽ തന്നെ പെട്ടെന്ന് ഈ ഫോട്ടോ കറണ്ട് 0 ആയിട്ട് മാറും. കാരണം അവിടെ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ നമുക്ക് കറണ്ട് 0 ആണ്. ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് അതുമൂലം ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ സ്വിച്ചിങ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്കറിയാം. അപ്പോൾ അത് ശരിയാണ്. ആസ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ് കറണ്ട് ഇൻക്രീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അവിടെ ഡിപ്ലീഷൻ ലെയറിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫോർമേഷൻ മൂലമാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുമ്പം നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടും. അപ്പോൾ തീർച്ചയായിട്ടും കറണ്ട് ഇൻക്രീസ് ചെയ്യും. ശരിയാണ്. എന്നിട്ട് ഡ്രിഫ്റ്റ് കറണ്ട് റിവേഴ്സ് ദി കറണ്ട് പാസിംഗ് ത്രൂ പി എൻ ജംഗ്ഷൻ വെൻ ഇറ്റ് ഈസ് നോട്ട് ബയാസ്ഡ്. നമുക്കറിയാം തെറ്റാണ്. അപ്പോൾ ഈ ബയാസിങ്ങിൻ്റെ സമയത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്നൊക്കെ വിളിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ 1ഉം 2ഉം 3ഉം തെറ്റാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത 41ാമത്തെ ചോദ്യം, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ ഈസ് ഫയർഡ് അറ്റ് എ ന്യൂക്ലിയസ്. The momentum p is r0. When the alpha particles are fired at the same nucleus with a momentum 5p, distance of closest approach will be. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ആ ന്യൂക്ലിയസിന് അടുത്തേക്ക് നമ്മളൊരു ആൽഫ പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. അവിടെ വരുമ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0 ആകും. ആ സമയത്ത് ഇവർ നമ്മളെ സെപ്പറേഷൻ മിനിമം ആകും. അതിനാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ആൽഫ പാർട്ടിക്കിൾ ഇനിഷ്യലി ലാർജ് ഡിസ്റ്റൻസിലാണ് വരുന്നത്. അപ്പോൾ അതിന് ഇനിഷ്യലി നമുക്കറിയാം ഒരു വെലോസിറ്റി കൈനറ്റിക് എനർജി കാണും. അപ്പോൾ ആ കൈനറ്റിക് എനർജി ന്യൂക്ലിയസിന് അടുത്തേക്ക് വരുമ്പോൾ ഇവർ നമ്മൾ റിപ്പൾസീവ് ഫോഴ്സ് മൂലം ഡിക്രീസ് ചെയ്ത് 0 ആയിട്ട് മാറും. കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് നമുക്കറിയാം ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഇവിടെ വരുമ്പോൾ ടോട്ടലി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ഈ ന്യൂക്ലിയസ് റെസ്റ്റിലായിരിക്കും. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിനെ ന്യൂക്ലിയസിന് അടുത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളെ റിപ്പൾഷൻ മൂലം വെലോസിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിക്രീസ് ചെയ്യും. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചുള്ള വെലോസിറ്റി 0 ആകും. അപ്പോൾ തീർച്ചയായിട്ടും ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നതാണ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. അപ്പോൾ ഫ്രം കൺസർവേഷൻ ഓഫ് എനർജി ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു
ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി അത് 1/4πε0 Q1 Q2 R² വരും. അപ്പോൾ അതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ, R² ഇല്ല, R ഉള്ളൂ കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q1 Q2 R ആണ്. അപ്പോൾ ആദ്യം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് R0 ആണ്. മൊമെന്റം 5 ടൈംസ് ആക്കിയാൽ എന്ത് സംഭവിക്കുന്ന ചോദ്യം. അപ്പോൾ നോക്കിയാൽ ½ കൈനറ്റിക് എനർജി ആണെങ്കിൽ R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇനിഷ്യൽ കൈനറ്റിക് എനർജി. R പ്രൊപ്പോർഷണൽ 1 കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിക്ക് പകരം നമുക്ക് മൊമെന്റം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം P² 2m ആണ്. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു 1/P² വരും. അപ്പോൾ അതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം, R' is equal to P/P' വരും. കാരണം R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റത്തിന്റെ സ്ക്വയറാണ്. ആദ്യം മൊമെന്റം P, രണ്ടാമത് എത്രയാണ് 5P ആണ്. അപ്പോൾ P/5P² വരും. ദാറ്റ് ഈസ് 1/25 വരുമല്ലോ. അപ്പോൾ R' R/25 R0 ആണ്. അപ്പോൾ R0/25 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരിക. അപ്പോൾ അടുത്ത 42ാമത്തെ ചോദ്യം. ദ ഡയഗ്രാം ഷോസ് ദി എനർജി ലെവൽസ് ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ സർട്ടൺ ആറ്റം which transition represents the emission of photon with the most energy. ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ സർട്ടൺ ആറ്റം. ഏതെങ്കിലും ഒരു ആറ്റം എടുക്കുക, ഹൈഡ്രജൻ ആറ്റം ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ട്രാൻസിഷൻ നടക്കുമ്പം എമിഷൻ ഓഫ് ഫോട്ടോൺ വിത്ത് മോസ്റ്റ് എനർജിയാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കോണം, ഈ ഫസ്റ്റ് പ്രോസസ്സ് എടുക്കുമ്പം അവിടെ അബ്സോർഷനാണ് നടക്കുന്നത്, അവിടെ എമിഷൻ ഇല്ല. ഫസ്റ്റ് പ്രോസസ്സിൽ അബ്സോർഷനാണ് നടക്കുന്നത്. ഇലക്ട്രോൺ ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് പോയി അവിടെ എമിഷൻ നടക്കുന്നതിൽ അബ്സോർഷനാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഈ 2-3 പോസിബിലിറ്റിയാണ് ഉള്ളത്. അതിൽ നമുക്കറിയാം എനർജി ഡിഫറൻസ് എടുക്കുമ്പം നമ്മൾ ഹയർ സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ എനർജി ഡിഫറൻസ് കുറയുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആദ്യത്തെ ലെവലും സെക്കൻഡ് ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെക്കാട്ടിലും കുറവായിരിക്കും ബാക്കി ഏത് ലെവൽസ് എടുത്താലും വരുന്നത്. അതായത് ഇതിന് ഹയർ ലെവൽസ് ഏതെടുത്താലും എനർജി ഡിഫറൻസ് ഫസ്റ്റ് സ്റ്റേറ്റും സെക്കൻഡ് സ്റ്റേറ്റിലുള്ള എനർജി ഡിഫറൻസിനെക്കാട്ടിലും കുറവേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ പോസിബിലിറ്റി ഏതാ, നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റും ഫസ്റ്റ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആയിരിക്കും ഏറ്റവും മാക്സിമം ഇവിടെ വരാൻ സാധ്യത. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി വരുന്നത് എനർജി ഡിഫറൻസ് കൂടുമ്പോഴാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. തേർഡ് പ്രോസസ്സിലാണ് നമുക്ക് എനർജി ഏറ്റവും മാക്സിമം ഉള്ള ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ അടുത്ത 43ാമത്തെ ചോദ്യം. ന്യൂക്ലിയസ് ഓഫ് ന്യൂക്ലിയർ ഡെൻസിറ്റി P disintegrates into 2 daughter nuclei with the masses in the ratio 8:27. Density of the smaller nucleus is. ഇപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ ആണ്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് സെയിം ഫോർ ഓൾ ദി ന്യൂക്ലിയസ്. അത് 10⁻17 kg/m3 വളരെ ലാർജ് വാല്യൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് ന്യൂക്ലിയസ് എടുത്താലും ഡെൻസിറ്റി ഏകദേശം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഡെൻസിറ്റി എത്ര തന്നെ എടുക്കാം, P തന്നെ എടുക്കാം. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്താലും കമ്പൈൻ ചെയ്താലും ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ 44ാമത്തെ ചോദ്യം. നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡീക്കേസ് ആഫ്റ്റർ 3 ഹാഫ് ലൈഫ്സ് ഈസ്. അപ്പം മാറിപ്പോയിക്കരുത്, നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡീക്കേസ് ആഫ്റ്റർ 3 ഹാഫ് ലൈഫ്സ് ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ന്യൂക്ലിയൈ റീമൈനിങ്ങിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്പർ ഓഫ് ന്യൂക്ലിയർ റീമൈനിങ് ആഫ്റ്റർ എ ടൈം T n is equal to n0 e raised to minus lambda t അല്ലെങ്കിൽ n is equal to n0 into 1/2 raised to t/t half. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇവിടെ ക്യാപിറ്റൽ T ഹാഫ് ലൈഫും T എന്ന് പറയുന്നത് നമുക്ക് ഏത് ടൈമിലെയാണോ നമ്പർ ഓഫ് ന്യൂക്ലിയർ റീമൈനിങ് കാണേണ്ടത് അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഹാഫ് ലൈഫ് എത്രയാണോ അതിൻ്റെ 3 ഹാഫ് ലൈഫാണ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n0 into 1/2 raised to small tക്ക് പകരം 3t കൊടുക്കാം. അപ്പോൾ 3t/t 3 വരും. അപ്പോൾ 1/2 raised to 3 വരും. 1/2 raised to 3 നമുക്കറിയാം 1/8 ആണ്. അപ്പം n0/8 വരും. അപ്പോൾ റീമൈനിങ് അല്ല നമ്മൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് ന്യൂക്ലിയസ് റീമൈനിങ് ആണ് കണ്ടുപിടിച്ചത്. നമുക്ക് വേണ്ടിയത് നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡീക്കേസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡീക്കേഡ് കാണാൻ എന്ത് ചെയ്യണം, ടോട്ടലിൽ നിന്ന് ഇപ്പോൾ ഉള്ളത് കുറയ്ക്കണം. അപ്പോൾ n0 minus n0/8 വരും. ദാറ്റ് ഈസ് 7n0/8 വരും. ഇപ്പോൾ ഇതാണ് റീമൈനിങ്. അപ്പോൾ ആൻസർ ഏതാ, 7n0/8. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ 1 എഴുതി വെച്ചേക്കരുത്.
N0/8 എന്ന് പറയുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയർ അൺഡീക്കെയ്ഡ് ആണ്. നമുക്ക് നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡീക്കെയ്ഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ശ്രദ്ധിച്ചു. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. 45ാമത്തെ ചോദ്യം, കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഹൈഡ്രജൻ ആറ്റം എടുത്താൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -13.6/n² ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ് അല്ല, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സെക്കൻഡ് സ്റ്റേറ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് മുതലാണ് നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്നിന് എത്ര കൊടുക്കണം? 2 കൊടുക്കണം. അപ്പോൾ -13.6/2² 4 വരും. ദാറ്റ് ഈസ് -3.4 ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ടോട്ടൽ എനർജി ഇൻ nth ഓർബിറ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള കൈനറ്റിക് എനർജിയുടെ പ്രത്യേകത അത് മൈനസ് ഓഫ് ടോട്ടൽ എനർജിയാണ്. അപ്പോൾ മൈനസ് ഓഫ് ടോട്ടൽ എനർജി വരുമ്പോൾ -3.4ൻ്റെ മൈനസ് വരും, ആൻസർ +3.4 ഇലക്ട്രോൺ വോൾട്ട് വരും. ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ 46ാമത്തെ ചോദ്യം, ദി നമ്പർ ഓഫ് ഫോട്ടോൺസ് ഓഫ് വേവ് ലെങ്ത് 660 നാനോമീറ്റർ എമിറ്റഡ് പെർ സെക്കൻഡ് ബൈ ആൻ ഇലക്ട്രിക് ബൾബ് ഓഫ് 60 watt ഈസ് ടേക്ക് H ഈസ് ഈക്വൽ ടു 6.6 × 10⁻⁻34. ഇപ്പോൾ ബൾബ് അതിൽ 60 വാട്ട് പവർ എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റ് ടൈമിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ എനർജിയാണ് നമുക്ക് 60 വാട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ലൈറ്റിൽ നിന്ന് ബൾബിൽ നിന്ന് ലൈറ്റ് ഔട്ട്സൈഡിലേക്ക് വരുമ്പോൾ n നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻ യൂണിറ്റ് ടൈം എമിറ്റ് ചെയ്താൽ പവർ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് P = Nhν. ഒരു ഫോട്ടോണിൻ്റെ എനർജി hν ആണ്. അപ്പോൾ യൂണിറ്റ് ടൈമിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന എനർജി കാണാൻ യൂണിറ്റ് ടൈമിൽ എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്യപ്പെടുമോ അതിനെ hν കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, Nhν വരും. അപ്പോൾ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ഫോർ യൂണിറ്റ് ടൈമാണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ n കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? P/hν എടുത്താൽ മതി. നമുക്ക് ന്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് ന്യൂവിന് പകരം C/λ കൊടുക്കാം. അപ്പോൾ P × λ/hc വരും. പിയുടെ വാല്യൂ എത്രയാണ്? പവർ 60 വാട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ലാംഡ നമുക്കറിയാം 660 നാനോമീറ്റർ ആണ്. അപ്പോൾ 660 നാനോമീറ്ററിൻ്റെ മീറ്റർ ആക്കുമ്പോൾ × 10⁻⁻9 വരും. H 6.6 × 10⁻⁻34 എന്ന് പറഞ്ഞിട്ടുണ്ട്. സിയുടെ വാല്യൂ നമുക്ക് 3 × 10⁸ എന്ന് എടുക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം 6.6ഉം 660 പോയാൽ ഇവിടെ 100 വരും. അവിടെ 60/3 നമുക്കറിയാം 20 വരും. ശരിയല്ലേ? അപ്പോൾ 2ൻ്റെ ടേംസിലായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഓപ്ഷനേ ഉള്ളൂ. ഏതാ? അപ്പോൾ 2 × 10⁻20 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. ബാക്കിയൊക്കെ തെറ്റാ. 2 × 10⁻20 വരത്തില്ല നമുക്കറിയാം. അപ്പോൾ അത് വളരെ കുറഞ്ഞ വാല്യൂ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. അപ്പോൾ അടുത്ത 47ാമത്തെ ചോദ്യം, if in a photoelectric experiment the wavelength of incident radiation is reduced from 6000 Armstrong to 4000 Armstrong. നമ്മൾ ആ ഇൻസിഡന്റ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് കുറഞ്ഞു. വേവ് ലെങ്ത് കുറഞ്ഞപ്പോൾ നോക്കിയാൽ ഫ്രീക്വൻസി കൂടും. നമുക്കറിയാം വേവ് ലെങ്ത് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ശരിയല്ലേ? അപ്പോൾ ആ ഫ്രീക്വൻസി കൂടി. ഫ്രീക്വൻസി കൂടിയാൽ ഇൻസിഡന്റ് റേഡിയേഷൻ്റെ എനർജി കൂടി. നമുക്ക് കണ്ടുപിടിക്കുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ മാക്സിമം എടുക്കുമ്പം ഇൻസിഡന്റ് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ വരും. വർക്ക് ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ന്യൂ കൂട്ടി, അപ്പോൾ hν കൂട്ടി, അപ്പോൾ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ കൈനറ്റിക് എനർജിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് റിലേഷൻ അറിയാം, EV0. V0 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ കൈനറ്റിക് എനർജി EV0 നമുക്കറിയാം. അപ്പോൾ കൈനറ്റിക് എനർജി കൂടി, അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ഡിക്രീസ്, തെറ്റാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ഇൻക്രീസ്, ശരിയാണ്. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഡിക്രീസ്, തെറ്റാണ്. വാല്യൂ ഓഫ് വർക്ക് ഫംഗ്ഷൻ ഡിക്രീസ്, തെറ്റാണ്. കാരണം വർക്ക് ഫംഗ്ഷൻ ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 2 മാത്രമേ വരത്തുള്ളൂ. അടുത്ത 48ാമത്തെ ചോദ്യം, ദി ഫോട്ടോ ഇലക്ട്രിക് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് F. The light of frequency 4f is incident on the metal. The maximum kinetic energy is. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച് മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇൻസിഡന്റ് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ hν മൈനസ് വർക്ക് ഫംഗ്ഷൻ. ത്രെഷോൾഡ് ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു h × f. അപ്പോൾ 5ക്ക് പകരം h × f കൊടുക്കാം. ഇനി ഇൻസിഡന്റ് ഫ്രീക്വൻസി ന്യൂ എത്രയാണെന്ന് നോക്കിയാൽ അത് 4f ആണ്. അപ്പോൾ ന്യൂവിന് പകരം എന്ത് കൊടുക്കാം? 4f കൊടുക്കാം. അപ്പോൾ h × 4f മൈനസ് h × f വരും.
ദാറ്റ് ഈസ് 3h ഇൻറ്റു എഫ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്, 3h ഇൻറ്റു എഫ്. മനസ്സിലായാലും അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. 49ാമത്തെ ചോദ്യം, എ കാരിയർ ഈ സൈമിൾട്ടേനിയസ്ലി മോഡുലേറ്റഡ് ബൈ 2 സൈൻ വേവ്സ് ഹാവിംഗ് മോഡുലേഷൻ ഇൻഡിസസ് 0.3 and 0.4 ദി മോഡുലേഷൻ ഇൻഡെക്സ് വിൽ ബി. ഒരേ സമയം തന്നെ നമ്മൾ 2 ഫ്രീക്വൻസീസ് ഉപയോഗിച്ച് മോഡുലേഷൻ നടത്തി, ഓരോന്നിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം റിസൾട്ടൻ്റ് മോഡുലേഷൻ ഇൻഡെക്സ് കാണാൻ വേണ്ടിയിട്ട് m ഈസ് ഈക്വൽ ടു √m1² പ്ലസ് m2² എടുത്താൽ മതി. മോഡുലേഷൻ ഇൻഡിസസ് m1 m2 0.3 0.4 ഉണ്ട്. അപ്പോൾ നമുക്ക് m1² പ്ലസ് m2² റൂട്ട് വരും. അപ്പോൾ അത് 0.3² പ്ലസ് 0.4² റൂട്ട് 0.5 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അടുത്തത് 1000 kHz carrier is modulated with 800 Hz ഓഡിയോ സിഗ്നലാണ്. വാട്ട് ആർ ദി ഫ്രീക്വൻസീസ് ഓഫ് സൈഡ് ബാൻഡ്സ്? ഇപ്പോൾ സൈഡ് ബാൻഡ്സിന് ഫ്രീക്വൻസി എടുക്കുമ്പം കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി FC-യും ഈ ഓഡിയോ സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി FM ആണെങ്കിൽ F ഈസ് ഈക്വൽ ടു FC പ്ലസ് ഓർ മൈനസ് FM വരും. FC നമുക്ക് 1000 kHz ആണ്, അവിടെ 800 Hz ആണ്, മാറിപ്പോയിക്കരുത്. കിലോഹെർട്സ് ആക്കുമ്പോൾ 0.8 വരും, ശരിയല്ലേ? അപ്പോൾ 1000 പ്ലസ് ഓർ മൈനസ് 0.8 ആണ് വരുന്നത്. അപ്പോൾ 1000 0.8 വരും. പിന്നെ 99.2 kHz വരും. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ഉള്ളൂ അല്ലേ? അപ്പോൾ 1000.8ഉം 999.2 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും, ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. നമുക്കെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രത്യേകിച്ചും മനസ്സിലാക്കാനൊന്നുമില്ല. അപ്പോൾ എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത എക്സാമിനോട് നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എക്സാമൊക്കെ നന്നായിട്ട് പഠിച്ച് ഫൈനലി നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.